Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 244 വെബിനാർ ആണല്ലോ ഇന്ന് നടക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭമായി ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ 243 വെബിനാറുകളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ നാളുകളിൽ വിവിധ വിഷയങ്ങൾ കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ഒക്കെയും ദൈവം അവസരം തന്നു. ഏത് വെബിനാറും ആരംഭിക്കുന്നത് പ്രാരംഭ ഗാനത്തോടു കൂടിയാണല്ലോ. അങ്ങനെ ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനം ആലപിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് മിസ്സസ് സാന്ദ്ര ആൻഡ് സജിയാണ്. സാന്ദ്ര ഇപ്പോൾ USA-യിൽ നോർത്ത് കരോളിനയിൽ കുടുംബമായി താമസിക്കുന്നു. നോർത്ത് കരോളിന മാർത്തോമ ഇടവക അംഗമാണ്. ഈ അടുത്ത സമയത്താണ് സാന്ദ്ര വിവാഹിതയായത്. സാന്ദ്രയും അതുപോലെ തന്നെ ഹസ്ബൻഡ് അനൂപും നോർത്ത് കരോളിന മാർത്തോമ ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വം നൽകുന്നു. സാന്ദ്ര ഫാമിലി കഴിഞ്ഞിട്ട് ഇപ്പോൾ USA-യിൽ ആയിരിക്കുന്നു. ഒരു നല്ല ഗായിക, അതുപോലെ തന്നെ മികച്ച പ്രാസംഗിക തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് സാന്ദ്ര. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പാടുവാനായിട്ട് എത്തിയുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷത്തോടു കൂടി പ്രാരംഭ ഗാനം ആലപിക്കുവാനായിട്ട് സാന്ദ്രയെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you. Praise the Lord. യേശുവേ എൻ ദൈവമേ, എന്നാശ്രയം നീ മാത്രമേ. ഈ ലോകസാഗരെ സങ്കേതമായി നീ മാത്രമാണെനിക്കാശ്രയം. ഈ ലോകസാഗരെ സങ്കേതമായി നീ മാത്രമാണെനിക്കാശ്രയം. ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ, ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ. കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും, കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഏതു വന്നിടിലും നീ മാത്രമാണെനിക്കാശ്രയം. ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ, ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ. പ്രശംസയും പുകഴ്ചയും ലോകസൗഭാഗ്യങ്ങളും, പ്രശംസയും പുകഴ്ചയും ലോകസൗഭാഗ്യങ്ങളും എല്ലാം ലഭിച്ചിടിലും നീ മാത്രമാണെനിക്കാശ്രയം. ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ, ആരാധിച്ചിടുന്നേ ആരാധ്യനായവനേ. താങ്ക് യു സാന്ദ്ര. വളരെ മനോഹരമായി ഗാനം ആലപിച്ചു. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഔദ്യോഗികമായിട്ടുള്ള നന്ദി പിറകാലെ അറിയിക്കുമല്ലോ. തുടർന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ പ്രകാരം പാട്ടുകളൊക്കെ പാടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഇന്ന് നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേർ നൽകുന്നത് ശ്രീ തോമസ് വി ജോൺ സാറാണ്. ഇന്ന് ഗാനം ആലപിച്ച സാന്ദ്രയുടെ ഫാദർ ഇൻ ലോയാണ്. ഞങ്ങളൊക്കെയും അനിയൻ ചായൻ എന്ന് വിളിക്കും. അനിയൻ ചായനും ഇവിടെ നോർത്ത് കരോളിനയിൽ താമസിക്കുന്നു. നോർത്ത് കരോളിന മാർത്തോമ ഇടവകയുടെ പ്രാരംഭ കാലത്തെ അംഗങ്ങളിൽ ഒരാളാണ്. ഈ ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇടവ മിഷൻ സെക്രട്ടറി, അങ്ങനെ ഇടവകയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ അനിയൻ ചായൻ നേതൃത്വം നൽകുന്നു. അതോടൊപ്പം തന്നെ അനിയൻ ചായൻ്റെ സഹധർമ്മിണി ഏലിയാമ്മ ആൻറ്റിയും ഏവർക്കും മാതൃകാപരമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് എത്തിയുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ അനിയൻ ചായൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ നീക്കമുള്ളത്. അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. ഈ വെബിനാറിന് നേതൃത്വം നൽകുന്നതായ എല്ലാ വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് വളരെ അനുഗ്രഹകരമായി ക്രമീകരിക്കുവാൻ നൽകുന്ന ദൈവീയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സകലവും ദൈവനാമോഹത്വത്തിന് വേണ്ടി ആയിരിക്കാനും നിന്റെ നാമം ഉയർത്തുവാനും ഓരോരുത്തർക്ക് ഇടയാക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മുഖ്യ പ്രഭാഷണം ചെയ്യുന്നതായ പ്രദീപ് സാറിനെ ഓർക്കുന്നു. അത് ജ്ഞാനത്തോടും വിവേകത്തോടും പറയുവാനുള്ള ദൈവീയ കൃപ നിന്റെ മകനെ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അനേകർക്ക് പ്രയോജനകരമാകുവാനും അനേകരുടെ ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവരെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുവാനിടയാക്കുന്നവരേക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വന്തം ദേശത്ത് നിന്ന് മാറി വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിസ സംബന്ധമായും ജോലി സംബന്ധമായും പല വിഷയങ്ങൾ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമേ. നമ്മൾ അനുഭവിക്കുന്നതായ കർത്താവെ നന്മകളെ അത് കർത്താവെ അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ സ്നേഹിപ്പാൻ മറ്റുള്ളവരെ കരുതുവാൻ ഉള്ള ദൈവീയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ ഓർക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ എങ്ങനെയായിരുന്നുള്ള അവസ്ഥ ഓർക്കുവാന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സഹായിപ്പാൻ ഉള്ള ദൈവീയ കൃപ കൊടുക്കണമേ. മറ്റുള്ളവരെ ശ്രേഷ്ഠം എണ്ണുവാനുള്ള ദൈവീയ കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ കർത്താവെ ഭംഗിയായ രീതിയിൽ ഈ വെബിനാർ നടത്തിക്കൊണ്ടുപോകുവാൻ നിന്റെ മക്കളെ അധികമായി അവിടുന്ന് പ്രയോജനപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന എടുത്തതിനായി സ്തോത്രം. സർവ്വതും യേശുവിൻ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. താങ്ക് യു അനിയൻ ചായൻ. അനുഗ്രഹീതമായ പ്രാർത്ഥനയായിരുന്നു. സകല വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ. ലൈറ്റ് ടു ലൈറ്റന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 244 വെബിനാറിൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസം, സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി ഡി പ്രദീപ് കുമാർ സാറ് ഇന്ന് നമ്മളോട് സംസാരിക്കുമല്ലോ. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറാണ്. ലാലച്ചൻ സാറ് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന് അപരിചിതനല്ല. നമ്മുടെ ഇതിനു മുമ്പുള്ള 2 വെബിനാറുകൾക്ക് സാറ് നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാസം 1-ാം തീയതി വിൽപത്രം വില്ലനാകുമ്പോൾ എന്ന വിഷയത്തിൽ വളരെ ആഴമേറിയ ചിന്തകളുമായിട്ട് സാറ് വെബിനാറിന് നേതൃത്വം നൽകിയല്ലോ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ സാമൂഹിക നീതി വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ റിസോഴ്സ് പേഴ്സണായും അതുപോലെ തിരുവല്ല മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ കൺസിലിയേഷൻ ഓഫീസറായും നിലകളിൽ സാറ് പ്രവർത്തിക്കുന്നു. സാറ് അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരൂപകനുമാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ കോടതിയിൽ സാറ് പ്രാക്ടീസ് ചെയ്യുന്നു. നേരത്തെ 25 വർഷക്കാലം മസ്കറ്റിലെ പ്രശസ്തമായ ഒരു നിയമ സ്ഥാപനത്തിൽ സാറ് ലീഗൽ കൺസൾട്ടന്റായും അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ തലവനായും സാറ് പ്രവർത്തിച്ചിരുന്നു. മാത്രമല്ല വിജിൽ ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രോഗ്രാം സെക്രട്ടറി ആയിട്ട് ബാംഗ്ലൂരിൽ 4 വർഷം സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളം ദിനപത്രത്തിലെ റിപ്പോർട്ടറായും അതുപോലെ തന്നെ സബ് എഡിറ്ററായിട്ടൊക്കെയും സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. സാറ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാറ് LLBയും കരസ്ഥമാക്കി. ഇന്റർനാഷണൽ ഇലക്ഷൻ ഒബ്സർവർ ട്രെയിനിങ് സാറ് ഇറ്റലിയിൽ നിന്ന് നേടുകയുണ്ടായി. അങ്ങനെ സാറ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുജീവിതത്തിൽ പ്രവേശിച്ച അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറ്
1983-84 വർഷത്തിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു. ഇപ്പോഴും സാറ് സാമൂഹിക അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തിലൊക്കെയും വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് നമുക്ക് മോഡറേറ്റ് ആയിട്ട് ലഭിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. സാറ് തുടർന്നുള്ള മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയ ലാലച്ചൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ബെന്നി പരിമണം. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്കും ഒരവസരം ലഭിച്ചതിനായിട്ട് പ്രത്യേക സന്തോഷമുണ്ട്. ആവർത്തന വിരസതയാവും എന്നുണ്ടെങ്കിലും എന്നെ ഈ ദൗത്യത്തിനായിട്ട് പ്രത്യേകം ക്ഷണിച്ചതിന് ശ്രീ വിൽസൺ, അദ്ദേഹം യാത്രയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ഡി പ്രദീപ് കുമാർ എൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയുമാണ്. ഞങ്ങൾ കാര്യവട്ടത്ത് ജേർണലിസത്തിന് ഒരുമിച്ച് വിദ്യാർത്ഥികളായിട്ട് അടുത്തടുത്തിരുന്ന് പഠിച്ചവരാണ്. ശ്രീ പ്രദീപ് കുമാർ മാവേലിക്കര സ്വദേശിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ SB കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും വിവിധ മേഖലകൾ പത്രങ്ങളിലും ഇൻഫർമേഷൻ സർവീസിലും ആകാശവാണിയിലും അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രതിഭാധനായ വ്യക്തിയാണ്. നല്ല ചിന്തകളുള്ള ആളാണ്. അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള താത്വികമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് പ്രദീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിലീന മാധ്യമ പ്രവർത്തകയായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ബിലീനയും ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. കുടുംബ പശ്ചാത്തലം അനുസരിച്ച് മാധ്യമപ്രവർത്തനം മൊത്തത്തിൽ നടത്തുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ശ്രീ പ്രദീപ് കുമാർ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുവാൻ പോകുന്ന വിഷയം വളരെ ഗഹനമായ രീതിയിൽ അദ്ദേഹം പഠിക്കുകയും ഇതിനെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആയിട്ട് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ശ്രീ പ്രദീപ് ഈ വിഷയം അവതരിപ്പിച്ച് ഇവിടെ പ്രസംഗിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാലും സ്വയം ഞാനൊരു പ്രവാസിയായിരുന്നതുകൊണ്ട് 2 പതിറ്റാണ്ടിനപ്പുറം പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവാസത്തിൻ്റെ ചില അനുഭവങ്ങൾ പറയാതിരിക്കുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നതായിരിക്കും. മുൻകാലങ്ങളിലെ നമ്മുടെ പ്രവാസത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസത്തിൻ്റെ സ്വഭാവം മാറി എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഈ പ്രവാസത്തെക്കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. മുമ്പ് നമ്മുടെ പ്രവാസം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും വേണ്ടിയായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രവാസം അതിനു വേണ്ടിയല്ല. ഇന്നത്തെ പ്രവാസം അവനവന് വേണ്ടിയാണ്. മുൻകാലങ്ങളിലെ പ്രവാസം കുടുംബത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകളായിരുന്നെങ്കിൽ ഇന്ന് കുടുംബം വിറ്റ് ഉള്ള പൈസയും വാങ്ങി സുഖവാസ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയായി മാറുന്ന, കഷ്ടപ്പെടുന്ന രീതിയല്ല, കഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രവാസമാണിപ്പോൾ നടക്കുന്നത്. യാഥാർത്ഥ്യവുമായിട്ട് ഇത് പൊരുത്തപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിരുന്നാലും പഴയ കാലത്തെ കഷ്ടപ്പാടിൻ്റെ പ്രവാസത്തിൽ നിന്ന് വ്യത്യസ്തമായി സുഖശീതളിമയുടെ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന പുതിയ പ്രവാസ രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള പ്രവാസത്തിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ പ്രവാസം നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയെ
മൊത്തത്തിൽ പിടിച്ചുലയ്ക്കുകയും നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലനിൽപ്പും എല്ലാം അപകടത്തിലാകുന്ന രീതിയിലേക്ക് ആ പ്രവാസം വികസിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം കൂലങ്കഷമായിട്ട് കേരള സമൂഹം മൊത്തം, ഇത് മർത്തോമക്കാർക്കോ ഓർത്തഡോക്സുകാർക്കോ ക്രിസ്ത്യാനികൾക്ക് മാത്രമോ സമൂഹത്തിലെ വരേണ്യവർഗത്തിനോ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചിന്തകളും രീതികളും ഏത് രീതിയിലായിരിക്കണം, ഈ പ്രവാസത്തെ നമ്മൾ ഏത് രീതിയിൽ നേരിടുവാൻ കഴിയും എന്നുള്ള ആ വിഷയത്തിൽ ഗാഢമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് ഈ അവസരം, ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഏറ്റവും യോഗ്യനായി ഇന്ന് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഡി പ്രദീപ് കുമാർ. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ ഞാൻ സർവാത്മന എല്ലാവരുടെയും പേരിൽ, മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ പേരിലും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ വെബിനാറിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കട്ടെ. ഇത് 244-ാമത്തെ വെബിനാറാണ്. തുടർച്ചയായി മുടങ്ങാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു വെബിനാർ സംഘടിപ്പിക്കുന്നതിൽ ഞാൻ സംഘാടകരെ അനുമോദിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ആദ്യം സംസാരിച്ച വിൽസൺ ആണ്. അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. ബെന്നി പരിമണമാണ് ആമുഖം നൽകിയത്. ഇതിന്റെ മോഡറേറ്റർ പ്രിയപ്പെട്ട ശ്രീ പി ലാലച്ചനാണ്. ഞങ്ങൾ ഒന്നിച്ച് 1984-86 കാര്യവട്ടത്ത് മാസ്റ്റർ ഓഫ് ജേർണലിസം കോഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് മോഡറേറ്റ് ചെയ്യുന്നതിനുള്ള സന്തോഷവും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. വളരെ ഗഹനമായ ഒരു വിഷയം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ചുരുക്കി പറയാം. ഒരുപക്ഷെ നീണ്ടുപോവുകയാണെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ നിർത്തി ചർച്ചയിലേക്ക് കടക്കാം. എത്ര സമയമാണ് ഇതിലെ മോഡറേറ്റർ ഉള്ളത്? ഹലോ ലാലച്ചൻ. 1 മണിക്കൂർ വരെ ആകാം സമയം. ഞാൻ അത്രയും എടുക്കില്ല. നമുക്കൊരു ഇന്ററാക്ഷൻ വേണമല്ലോ. സാധാരണ രീതിയിൽ 1 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെങ്കിലും 40 മിനിറ്റ് ഒരു ആരോഗ്യകരമായ സമയമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ഞാനൊരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് ആരംഭിക്കാം എന്ന് തോന്നുന്നു. 2019 റിലീസ് ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന സിനിമയാണ്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറുമൂടും സൗബിൻ ഷഹീറും അഭിനയിച്ച ചിത്രം ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ എന്ന് വേണമെങ്കിൽ ഇതിന്റെ പ്രമേയത്തെ വിശേഷിപ്പിക്കാം. നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരച്ഛൻ തൻ്റെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മകനെ തന്നോടൊപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നു. മകൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭാവി ഇരുളടഞ്ഞാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ റഷ്യയിലുള്ള ഒരു ജാപ്പാനീസ് റോബോട്ടിക്സ് കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നു. നാട്ടിൽ ഒറ്റപ്പെട്ട അച്ഛന് വേണ്ടി ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ കൊണ്ടുവരുന്നു. യാഥാസ്ഥിതികമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയ അച്ഛൻ ആദ്യം ഇതിനെ നിരാകരിക്കുന്നു. പിന്നീട് റോബോട്ടിനെ മകനെ പോലെ കരുതുന്നു. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ജാതകം നോക്കിക്കു വരെ ചെയ്യുന്നു. പ്രത്യേകതരം വസ്ത്രം അതിനുവേണ്ടി തയ്യാറാക്കുന്നു. കുടുംബാംഗമായി, ആത്മാവിന്റെ ഭാഗമായി, തൻ്റെ ഏകാന്ത വാർദ്ധക്യത്തിന് കൂട്ടായി, തണലായി, മകന് പകരമായി അല്ലെങ്കിൽ മകനായി കണക്കാക്കുന്നു. ഇതൊരു യന്ത്രമാണ് എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോകുന്നു.
അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ജീവിത പരിസരമാണ് ഈ സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത കാലത്ത് ഞാനൊരു ക്ലബ് ഹൗസ് പരമ്പര എല്ലാ ശനിയാഴ്ചയും നടത്തുന്നുണ്ട്. ആ പരമ്പരയുടെ പകുതിയിൽ നിന്നാണ് ഞാൻ ഇതിൽ സംസാരിക്കാൻ വന്നത്. തൊട്ടു മുമ്പുള്ള പരമ്പര നിർമ്മിത ബുദ്ധിയെ കുറിച്ചായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിൽ പങ്കെടുത്ത ഒരു AI വിദഗ്ധൻ പറയുകയുണ്ടായി, നോർവേയിലെ ഒരു കമ്പനിക്ക് വേണ്ടി ഇതേപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ, അത് ഹ്യൂമനോയിഡ് റോബോട്ടാണ്, തയ്യാറാക്കുന്നത് കൊച്ചിയിലെ ഒരു സ്റ്റാർട്ടപ്പാണ്. അവരത് നോർവേയിലേക്ക് അയക്കുക മാത്രമല്ല ചെയ്യുന്നത്, കേരളത്തിൽ ഒരു സ്ഥലത്ത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതായത് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ ജില്ലയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ട്സിന്റെ സാന്നിധ്യമുണ്ട്. ഈ പറഞ്ഞ വൃദ്ധജനങ്ങളുടെ കൂട്ടായി അല്ലെങ്കിൽ വൃദ്ധജന പരിപാലനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ റോബോട്ടുകൾ വ്യാപകമാണ്. കേരളത്തിലും ആ യുഗം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാകാം ഇത്? ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതിപക്ഷത്തുള്ള 20 പരം രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിന്റെ വിഷയം ലോക്സഭാ മണ്ഡല പുനർനിർണയം വരുമ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരും, അതിനെതിരായിട്ടുള്ള സമ്മേളനമാണ്. കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് ഇതേക്കുറിച്ച് എഴുതിയ ഒരു ലേഖനം വായിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ സീറ്റ് നഷ്ടം ഇത് സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്, മറ്റൊന്ന് തമിഴ്നാടാണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പുനർനിർണയം ഉണ്ടാവുകയാണ് എങ്കിൽ 8 മണ്ഡലങ്ങൾ നഷ്ടപ്പെടും. ഞാനത് പ്രവാസ ജീവിതവുമായി അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പ്രവാസവുമായി ഇതെങ്ങനെ ബന്ധപ്പെടും എന്ന് ചിലർക്കെങ്കിലും ഞാനിത് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും. കാര്യം, കേരളത്തിലെ ജനസംഖ്യയിലെ നല്ല ശതമാനം ആൾക്കാർ പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനു മുമ്പ് നമ്മൾ കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ വളരെ വിജയകരമായി ഇന്ത്യയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അങ്ങനെ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. ചെറിയ കുടുംബമാണ്, അണുകുടുംബമാണ്. ഓരോ വർഷവും സർക്കാരിന് തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1-ാം ക്ലാസ്സിൽ 50,000 കുട്ടികളുടെ കുറവാണ് ശരാശരി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കുടുംബാസൂത്രണ പദ്ധതികളുടെ വിജയത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാട്ടിൽ വലിയ പ്രശ്നം ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒരു കണക്കുണ്ട്, ഞാൻ പറയാം. അത് 2023 തൊട്ടടുത്ത് തന്നെ കേരള മൈഗ്രേഷൻ സർവേ എന്ന വളരെ ആധികാരികമായ ഒരു പഠനം പുറത്തു വന്നു. ഡോക്ടർ S. ഇരുദയരാജനാണ് അത് തയ്യാറാക്കിയത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. 2023 വരെയുള്ള കണക്കാണ്. ഈ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 22 ലക്ഷം ആണ്. ഇത് 2023 3 മില്യൺ, അതായത് 30 ലക്ഷം പേർ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് കൃത്യമായി 52 ലക്ഷം പേർ കേരളത്തിൽ ഇപ്പോൾ ഇല്ല. ഇത് 2023 ശേഷം നമ്മൾ തമാശയായി പറയുന്ന ഈ കേരളത്തിലെ 44 നദികളിലൂടെയും
എത്രയോ ഗ്യാലൻ കണക്കിന് വെള്ളമൊഴുകി പുറത്തേക്കുള്ള പോക്ക്, പഠനത്തിന് വേണ്ടിയുള്ള പോക്ക് ഈ കഴിഞ്ഞ 2 വർഷത്തിനകം, ഒരുപക്ഷെ ഈ ഇനി വരുന്ന ഒരു പഠനമോ കണക്കോ വരുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വരും. വൻതോതിൽ കൂടി ഞാൻ സംസാരിക്കുന്ന മാവേലിക്കരെ പോലെയുള്ള മധ്യ തിരുവിതാംകൂറിനെ സംബന്ധിച്ചൊരു വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. MG സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ചെങ്ങന്നൂര്, ലാലച്ചൻ ഇരിക്കുന്ന ചെങ്ങന്നൂര്, കോട്ടയം ഒക്കെ. കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കാരണം 14 കോളേജുകൾ അടച്ചു. വിദ്യാർത്ഥികളില്ലാത്തത് കാരണം 14 കോളേജുകൾ, MG സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന 14 കോളേജുകൾ അടച്ചു. പല കോഴ്സുകൾക്കും 50% താഴെ മാത്രമേ വിദ്യാർത്ഥികളുള്ളൂ. കണ്ണൂർ സർവകലാശാല, ഇവിടെ നിന്ന് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ട് കൃഷിക്കാരായിട്ടൊക്കെ പോയിട്ടുള്ളത് കണ്ണൂരിന്റെ കിഴക്കൻ ഭാഗത്തുള്ള മലയോര മേഖലയാണ്. ആ സ്വാധീനം കാരണമാകും കണ്ണൂർ സർവകലാശാലയിലും വൻതോതിൽ വിദ്യാർത്ഥികൾ കുറഞ്ഞു. അത് കോഴിക്കോട് സർവകലാശാലയിലാണ് താരതമ്യേന ഇത് വലിയ തോതിൽ ബാധിക്കാത്തത്. കാര്യം അവിടെ നിന്ന് പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കേരള സർവകലാശാലയിലും കുറഞ്ഞു. എറണാകുളത്തെ എനിക്കറിയാം, എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ MSc ഫിസിക്സിനോ മാത്തമാറ്റിക്സിനോ കഴിഞ്ഞ അധ്യയന വർഷം ഒരാൾ പോലും അപേക്ഷിച്ചില്ല. ഇതേ ഡോക്ടർ ഇരുദയ രാജന്റെ മൈഗ്രേഷൻ സ്റ്റഡി അനുസരിച്ച് 2023 വരെ 2,50,000 വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്ക, UK, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള വിദ്യാർത്ഥി പ്രവാഹത്തിന്റെ 11% വരും. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട്. കേരളത്തിലെ 5 വീടുകളിൽ 2 പ്രവാസികളുണ്ട്. 4.2 ലക്ഷം കുടുംബങ്ങൾ പൂർണ്ണമായും പ്രവാസികളാണ്. ഇവിടെല്ല വേറെ വീടുകൾ അടക്കപ്പെട്ടിരിക്കുന്നു. അത്രയൊന്നും അല്ല. ഈ മൈഗ്രേഷനെ സംബന്ധിച്ച ഇദ്ദേഹത്തിന്റെ ആധികാരികമായ കണക്കിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോയിട്ടുള്ള ആൾക്കാർ മുസ്ലിങ്ങളാണ്, 41.9%, ഹിന്ദുക്കൾ 32.2%, ക്രിസ്ത്യാനികൾ 22.3%. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ള ഗൾഫിലേക്കാണ്. അത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോഴും പ്രവാസികളായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക്, UAE-യിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ കണക്കുകൾ അങ്ങനെ ഉണ്ട്. അതല്ല പ്രശ്നം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മൈഗ്രേഷനാണ് ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരും. അവിടെ പൗരത്വം കിട്ടില്ല, അവരവിടെ താമസിക്കില്ല, അതിനുള്ള നിയമപരമായ അനുമതി ഇല്ല. കേരളത്തിൽ നിന്നും പഠിക്കാനായി പോകുന്ന ആൾക്കാർ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അങ്ങനെ പോയിട്ട്, ഞാൻ അടുത്ത കാലത്ത് മാവേലിക്കരയിലൊക്കെ ഞാനൊരു അടുത്ത ബന്ധു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോകുന്ന ഒരു രാജ്യം ബ്രൂണോ ആണ്. എവിടെയൊക്കെ പോയിട്ടുണ്ട് ആൾക്കാർ. ഇസ്രയേലിലേക്ക് പോകുന്ന, ഇടുക്കി ജില്ലയിൽ നിന്ന് നന്നായി ആൾക്കാർ വലിയ തോതിൽ പോകുന്ന സ്ഥലം പ്രശ്നബാധിതമായ ഇസ്രയേലാണ്. ലോകത്തെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. വളരെ അരക്ഷിതമായ രാഷ്ട്രീയ അവസ്ഥയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോലും പോകുന്നു. ഇത് സംഭവിക്കുന്നത് ഈ പോകുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും തിരിച്ചു വരില്ല. തിരിച്ചു വരാൻ അവർക്ക് താല്പര്യം ഇല്ല. ഞാൻ ഒരു കണക്കിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കേരളത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ ആശങ്കയോടെ വായിച്ചിട്ടുണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം നമുക്കുണ്ട്, എൻറോൾ ചെയ്യണം.
എൻറോൾ ചെയ്യാൻ യോഗ്യത നേടിയ ആൾക്കാരിൽ പകുതിയിലധികം പേർ എൻറോൾ ചെയ്തിട്ടില്ല എന്നൊരു വാർത്ത. എന്താകും കാര്യം? അവരിവിടെ ആരും കേരളത്തിലില്ല, ഒന്ന്. രണ്ടാമത്, ഉള്ള ആൾക്കാരിൽ പാർലമെന്ററി ഡെമോക്രസിയിലുള്ള വിശ്വാസമില്ലായ്മയാണോ, താല്പര്യക്കുറവാണോ, രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പൊതുകാര്യങ്ങളിലുള്ള താല്പര്യ കുറവൊക്കെ കാരണം അവരാരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനത് പറഞ്ഞത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? ലോക്സഭാ മണ്ഡല പുനർനിർണയം വരുമ്പോൾ കേരളത്തിലെ 8 ലോക്സഭാ മണ്ഡലങ്ങൾ നഷ്ടപ്പെടും എന്ന വാർത്തയും ഇന്ന് അതിനെതിരായ യോഗത്തിൽ നിന്നാണ് ഞാൻ ഇത് ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, രാഷ്ട്രീയ രംഗം, പൊതുരംഗത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കുന്ന, ഒരുപക്ഷെ തിരുത്തി എഴുതുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതൊരു ആരംഭം മാത്രമാണ്. എത്ര പേര് പോയി എന്നറിയില്ല. നമ്മൾ ഈ മധ്യ തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലൂടെ രാവിലെ 11 മണിക്കും 3 മണിക്കോ 4 മണിക്കോ ഇടയിൽ നടന്നു കഴിഞ്ഞാൽ പണ്ട് ഹർത്താലും ബന്ധുവും ഒക്കെയുള്ള സമയത്ത് റോഡിന്റെ അവസ്ഥയാണ്. പല റോഡുകളും ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഈ ഏരിയയില് ശരാശരി ഒരു 10-80 വയസ്സുള്ള ആൾക്കാരാണ് മിക്ക വീടുകളിലും ഉള്ളത്. ഏകാന്ത ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ. എന്തുകൊണ്ടാകാം ഇത് സംഭവിക്കുന്നത്? ഏത് സംഭവിക്കുന്നത്? കേരളത്തിൽ നിന്നും പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു, അവരൊരിക്കലും തിരിച്ചു വരുന്നില്ല. വേറെ ഒരു രാജ്യത്ത് അവർ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. കാനഡയാണ്, ഞാൻ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് കാനഡയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന്. ഒരുപക്ഷെ ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കൂടെ ഇതിലുണ്ട്. ഇതിൽ പകുതിയിലധികം പേർ ഒരു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്ക് ആധിപത്യമുണ്ട്. പുറത്തേക്കുള്ള മൈഗ്രേഷനിലും പെൺകുട്ടികൾക്ക് ആധിപത്യം ഉണ്ട്. വീടിന്റെ പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില സാമൂഹിക വിഭാഗങ്ങളിൽ നിന്ന് പോലും പുറത്തേക്കുള്ള മൈഗ്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തു നിന്നും കൂടി പുറത്തേക്കുള്ള മൈഗ്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇവര് ഭാവിയിൽ ആ രാജ്യങ്ങളിലെ, ഇവര് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, എല്ലാ മേഖലകളിലും, അടുത്ത കാലത്തൊക്കെ കായംകുളത്തു നിന്നും കോട്ടയത്തു നിന്നും ഒക്കെയുള്ള ആൾക്കാർ കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെ നിയമരംഗത്തും, അവിടുത്തെ നിയമരംഗത്തും പാർലമെന്ററി രംഗത്തും ഒക്കെ അവർക്ക് പ്രവേശനം കിട്ടി ഉന്നത സ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് മൈഗ്രേഷൻ ഉണ്ടാക്കുന്ന, പുറത്തേക്കുള്ള, കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ആരംഭിച്ചിട്ടുള്ള പ്രത്യാഘാതമാണ്. ഞാൻ കഴിഞ്ഞ ഒരു വായനാ ദിനത്തിൽ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള സ്കൂളിൽ പ്രസംഗിക്കാൻ പോയി. ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം, നമ്മളൊക്കെ ഈ പ്രായത്തിലുള്ള എല്ലാവരും, എനിക്ക് ഒരുപക്ഷെ ഈ പരിപാടി കേൾക്കുന്ന മിക്കവാറും എല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ ചൊല്ലുന്ന സത്യപ്രതിജ്ഞയുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഇപ്പോൾ അത് മാറ്റി എഴുതേണ്ട സമയമാണ്. ലോകമാണ് തറവാട്. എല്ലാ ഇന്ത്യക്കാരുമല്ല, ലോകത്തുള്ളവരെല്ലാം എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ലോകമാണ് എൻ്റെ തറവാട്, ലോകമാണ് എൻ്റെ രാജ്യം. കാര്യം സ്കൂളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പ്രാദേശികമായ അല്ലെങ്കിൽ എന്താ പറയുന്ന ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കകത്ത് തന്നെ കറങ്ങി ചുറ്റിത്തിരിഞ്ഞ് ജീവിക്കേണ്ടവരല്ല. അവരുടെ അന്നം, അവരുടെ ഭാവി, അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നത്
ഏതാനും വർഷങ്ങൾക്കകം 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിനകം വേറെ ഒരു രാജ്യത്താണ്. ഇനി എന്തിന് ഇവര് പുറത്തേക്ക് പോകണം? പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജോലിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചോദിക്കേണ്ട ചോദ്യം, ബംഗാളിൽ നിന്നും ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും, അപ്പം ബംഗാളിൽ നിന്നാണ് ആദ്യം, ഒറീസയിൽ നിന്നാണ് ആദ്യം കേരളത്തിലേക്കുള്ള വരവ് ആരംഭിച്ചത്. ഇപ്പം മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഈവൻ മഹാരാഷ്ട്രയിൽ നിന്ന് പോലും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന തൊഴിലാളികൾ എത്തുന്നുണ്ട്. അവരുടെ സംഖ്യ എത്ര ആയിരിക്കും? സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ കണക്കൊന്നുമില്ല. അത് 40 ലക്ഷം മുതൽ 60-70 ലക്ഷം വരെ എന്നാണ് ഒരു കണക്ക്. നമ്മൾ മിനിമം ഒരു 40-45 ലക്ഷം പേർ ഉണ്ടെന്ന് വെച്ചാൽ, റിവേഴ്സ് മൈഗ്രേഷൻ എന്നൊക്കെയാണ് ഇതിന് വിദഗ്ധർ പറയുന്ന പേര്. ഇവർക്ക് ചെയ്യാനിവിടെ ധാരാളം ജോലികളുണ്ട്, എല്ലാ മേഖലയിലും അതിഥി തൊഴിലാളികളുണ്ട്. അപ്പൊ ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ആൾക്കാർ പുറത്തു പോകുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പുറത്തേക്ക് പോകുന്നത്. അവർക്ക് ചെയ്യാൻ ജോലിയില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അല്ല, കൂലിപ്പണി എന്നൊക്കെ പറയുന്ന എല്ലാ ജീവിതത്തിന്റെ താഴെത്തട്ടിലുള്ള എല്ലാ തൊഴിൽ മേഖലകളിലും പുറത്തു നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുകയും ഇവിടെയുള്ള ആൾക്കാർ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന ആൾക്കാർ പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവശേഷിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവർ വലിയ ബിരുദ ഉള്ള ആൾക്കാരല്ല, യോഗ്യതയുള്ള ആൾക്കാരല്ല. അവർക്ക് വേറെ ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. അവർ വളരെയധികം ദുഃഖിതരാണ്. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗം, ഇതിന് വിധേയരാകുന്ന ചെറുപ്പക്കാർ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അത് മറ്റൊരു സാമൂഹികമായ പ്രത്യാഘാതം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ പുറത്തേക്കുള്ള ഒഴുക്കിന്റെ ശക്തി ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടും. വളരെ പെട്ടെന്നാണ്. പണ്ടൊക്കെ സാമൂഹിക മാറ്റം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഗൾഫിലൊക്കെ പോയി എത്രയോ വർഷം 1960-കളിലോ 50-കളിലൊക്കെ പോയി പതുക്കെ 70-കളിൽ 80-കളിൽ പിക്കപ്പ് ചെയ്ത് വന്നു. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊക്കെയാണ് ഈ കുത്തൊഴുക്ക് ഒരു വലിയ ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ പുറത്തേക്കുള്ള ഒഴുക്ക് ഇനിയും അതിശക്തമായി തുടരും. ജനസംഖ്യ താഴേക്ക് പോകും. ഞാൻ പറഞ്ഞു, അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രത്യാഘാതം പറഞ്ഞു. അവശേഷിച്ചിരിക്കുന്ന വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ, ചെറുപ്പക്കാരില്ലാത്തപ്പോൾ അവശേഷിക്കുന്നത് മുതിർന്ന പൗരന്മാരാണ്. കാര്യം, ജീവിത നിലവാരം ഉയർന്നു, ശരാശരി ആയുർദൈർഘ്യം കൂടി. 32 വയസ്സായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ശരാശരി ആയുർദൈർഘ്യം. അത് 31 വയസ്സാണെന്നും 29 വയസ്സാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും നമ്മളൊരു 30-32 വയസ്സ് ആയിരുന്നു 1947 ശരാശരി ആയുർദൈർഘ്യമെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഇപ്പം കേരളത്തിന്റെ ശരാശരി, ജനങ്ങളുടെ ശരാശരി ആയുർദൈർഘ്യം 77.28 ആണ്. അത് അമേരിക്കയ്ക്കൊക്കെ അടുത്ത് വരും. അമേരിക്കയിലെ 78.6 ശരാശരി ആയുർദൈർഘ്യം. 1-ാം ലോക രാജ്യത്തിന് ഒപ്പം, ഏതാണ്ട് ഒപ്പം എത്തിയിട്ടുണ്ട്. മാത്രമല്ല, പുരുഷന്മാരുടെ ആയുർദൈർഘ്യത്തിൽ ഞാനൊരു പല കണക്കും വരുന്നുണ്ട്. വിശ്വസിക്കാവുന്ന ജോൺ ഹോപ്കിൻസ് ബ്ലൂംബർഗ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത്, അവരുടെ ഒരു കണക്കിൽ കേരളം അമേരിക്കയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് പുരുഷന്മാരുടെ ആയുർദൈർഘ്യത്തിൽ. 74.39 കേരളത്തിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം. അമേരിക്കയിൽ അത് 74 കുറച്ചും കൂടെ വരുന്നു. സ്ത്രീകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത്. അത് 79.98 ആണ്.
70 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെ 44% വിധവകളാണ്. അവരുടെ ജീവിത പങ്കാളികൾ 74, ശരാശരി 74 വയസ്സിൽ മരിച്ചുപോകും. ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വളരെ അടുത്തറിയാവുന്ന ബന്ധുക്കൾ, ഒരു കൊച്ചുമക്കളെ പോലും നാട്ടിൽ ഇല്ല. കേരളത്തിലെ എത്ര വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് കുറിച്ച് കണക്കൊന്നുമില്ല. ഉള്ള വീടുകളുടെ ഒരു ആർക്കിടെക്റ്റ് എഴുതിയ ഒരു ലേഖനം എൻ്റെ മനസ്സിൽ വരികയാണ്. കേരളത്തിലെ ജനങ്ങൾ താമസമുണ്ട് എന്ന് നമ്മൾ പറയുന്ന വീടുകളിൽ സത്യം പറഞ്ഞാൽ പകുതി വീടുകളിൽ മാത്രമേ അക്ഷരാർത്ഥത്തിൽ താമസമുള്ളൂ. 2 നിലയുള്ള വീടുകളുടെ മുകളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുകയാണ്. പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഒരു വീട് താമസം ആരംഭിച്ച സമയത്ത് മാത്രമേ അതിന്റെ മുകൾ നിലയിലേക്ക് അവർ പോയിട്ടുണ്ടാവുള്ളൂ. താഴത്തെ നിലയിൽ മാത്രമേ താമസമുള്ളൂ, ഭാഗികമായി മാത്രം. ബാക്കി മുഴുവനും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒഴിഞ്ഞ വീടുകൾ ഒരുപക്ഷെ ഏകാന്തരായ മനുഷ്യർ, ഒന്നിൽ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വൃദ്ധരായ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ കേരളത്തിന്റെ മാധ്യമ രംഗത്ത് വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് പറയാം. പണ്ട് ഈ ക്രൈം ന്യൂസ് ടെലിവിഷൻ ചാനലുകൾ കൊടുക്കുന്നത് രാത്രി ഒരു പ്രാവശ്യം മാത്രമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എത്ര പ്രാവശ്യം ക്രൈം ന്യൂസ് കൊടുക്കുന്നുണ്ട്? ഉച്ചയ്ക്കുണ്ട്, ചില ചാനലുകൾ വൈകിട്ട് കൊടുക്കും. 3 പ്രാവശ്യമൊക്കെയാണ് ക്രൈം ന്യൂസ് കൊടുക്കുന്നത്. പത്രങ്ങളുടെ ചരമ പേജിന്റെ താഴെ മാത്രമായിരുന്നു പണ്ട് കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മോഷണ ശ്രമം വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ ചരമ പേജിന്റെ താഴ്ഭാഗം കടന്ന് അടുത്ത പേജുകളിലേക്കും ജനറൽ പേജുകളിലേക്കും ഒക്കെ അക്രമത്തിന്റെ വാർത്തകൾ നിറഞ്ഞു പരക്കുകയാണ്. നമ്മളുടെ വിഷയമായുള്ള ബന്ധം എന്താണ്? ഇതിൽ അച്ഛൻ മകൻ പ്രായമായ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ തലക്കടിച്ചു കൊല്ലുന്നു, ആക്രമിക്കുന്നു, മണ്ണെണ്ണ ഒഴിച്ചു തീ വെക്കുന്നു. അങ്ങനെ വളരെ ദാരുണമായ ദുരന്ത വാർത്തകൾ. അതിൽ ഇരയാക്കപ്പെടുന്നവർ, അത് മോഷണമുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകളിൽ നിന്നും വൻതോതിൽ മോഷണ ശ്രമങ്ങളുണ്ട്. എല്ലാ ദിവസവും നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഇരയാക്കപ്പെടുന്ന, ദുരന്തത്തിന് ഇരയാകുന്നവരിൽ നല്ല ശതമാനം ഒറ്റയ്ക്ക് താമസിക്കുന്ന, പരസഹായമില്ലാതെ താമസിക്കേണ്ടി വരുന്ന വൃദ്ധജനങ്ങളാണ്, അല്ലെങ്കിൽ മുതിർന്ന പൗരരാണ്. ഇത് മാത്രമല്ല, ആത്മഹത്യകൾ കേരളത്തിൽ പെരുകുന്നു. അത് അനാഥമായ വാർദ്ധക്യവും ആത്മഹത്യക്ക് കേരളത്തിൽ കാരണമാകുന്നുണ്ട്. ഒത്തിരി പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ വ്യാപകമായ സ്വാധീനവും പ്രത്യാഘാതവും ചെലുത്തുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു, വിദ്യാർത്ഥികൾ ആണ് പോകുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിന് വളരെ സ്ട്രെയിഞ്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിശദീകരണം പറയുകയുണ്ടായി. ഞാൻ അതിലേക്ക് കൂടി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ജോലി തേടി, നല്ല ജീവിത സൗകര്യം തേടി പോകുന്നവരാണ് ഭൂരിപക്ഷം പേരും. പക്ഷെ അവരെ നയിക്കുന്ന ഒരു വികാരം സ്വാതന്ത്ര്യബോധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം. അത് വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ്. പക്ഷെ അടുത്ത കാലത്ത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒട്ടേറെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് ഈ പരമ്പരാഗത മാമൂലികളിൽ
വിശ്വാസം നഷ്ടപ്പെട്ടു, നിയന്ത്രണങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, സ്വതന്ത്രമായി ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പലരും പറയുകയുണ്ടായി. സ്വാതന്ത്ര്യ ബോധം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾക്ക് നടുവിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹവും കൂടി ഈ മൈഗ്രേഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. അത് ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഏറ്റവും കൂടുതൽ മുകളിലുള്ള രാജ്യങ്ങളാണ്. അവിടെ ഒരു പ്രത്യേകത, അവിടെ മതത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു. നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. അത് അമേരിക്കയിലുണ്ട്, നെതർലൻഡ്സിലുണ്ട്, ചെക്ക് റിപ്പബ്ലിക്കുണ്ട്, എസ്റ്റോണിയയിലുണ്ട്. അവിടേക്ക് പോണ ആൾക്കാരുടെ എണ്ണം കുറവാണ്. നെതർലൻഡ്സിലേക്കൊക്കെ ആൾക്കാർ ധാരാളം പോകുന്നുണ്ട്. ഈവൻ ഫ്രാൻസിലെയും ഫിൻലൻഡിലും ജർമ്മനിയിലൊക്കെ ആൾക്കാർ കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പൊ മതങ്ങളുടെ സ്വാധീനം കുറഞ്ഞ ഒരു മേഖലയിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യാപകമായി കുട്ടികൾ പോകുന്നുണ്ട്. ഞാനൊരു ചിന്തിക്കാൻ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഞാനതിൻ്റെ കൂടുതൽ രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങളിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ഇവർ തിരിച്ചു വരത്തില്ല. വളരെ കുറച്ചു പേർ, വളരെ ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ വല്ല 1%, 2% പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുള്ളത്. അത് ഇപ്പോൾ തന്നെ ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും വസ്തുവിന്റെ പ്രോപ്പർട്ടിയുടെ വില കുറഞ്ഞിട്ടുണ്ട്, ഇടിയാൻ ആരംഭിച്ചു. എറണാകുളം പോലെയുള്ള കേരളത്തിലെ മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയാവുന്ന കൊച്ചിയിൽ പരിസര പ്രദേശങ്ങളിലും കാക്കനാടൊക്കെ അറിയാം. കാക്കനാട് തന്നെ നേരത്തെ ആൾക്കാരെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഫ്ലാറ്റുകൾ വാങ്ങിച്ചിട്ടിരുന്നു. അവിടെ താമസിക്കാൻ ആളില്ല, കാര്യം ആവശ്യത്തിലധികം ഫ്ലാറ്റുകൾ പണിതിട്ടുണ്ട്. ഈ ഫ്ലാറ്റുകൾ വിൽക്കാൻ നോക്കിയപ്പോൾ വാങ്ങാൻ ആളില്ല. ഫ്ലാറ്റുകളുടെ വില, അപ്പാർട്ട്മെന്റുകളുടെ വില കുത്തനെ താഴേക്ക് കുറയുന്നു. ഹിന്ദു ഒരു റിപ്പോർട്ട് കഴിഞ്ഞ് 2 മാസം മുന്നേ കൊടുക്കുകയുണ്ടായി. അത് കോട്ടയം, ഇടുക്കി മേഖലകളിൽ റബ്ബർ എസ്റ്റേറ്റ് നോക്കി നടത്തേണ്ട അതിന്റെ അവകാശികളൊക്കെ കുടിയേറി അമേരിക്കയിലും ഒക്കെ UK ഒക്കെ പോയി. വില കുത്തനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താകും ഇതിന്റെ അവസ്ഥ? കേരളത്തിലെ ഏറ്റവും വളരെ ഈസിയായി ആൾക്കാർക്ക് സാമ്പത്തിക വിദഗ്ധർ നൽകിയിരുന്ന ഉപദേശം നിങ്ങൾ സ്ഥലം വാങ്ങിച്ചിടൂ എന്നുള്ളതായിരുന്നു. പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കുക. കേരളത്തിൽ അത് താഴേക്ക് പോകുന്നു. ഇത് ഏതെങ്കിലും കാലത്ത് അത് മുകളിലേക്ക് വരുമോ? എൻ്റെ ഒരു റീഡിങ്ങിൽ സാധ്യത വളരെ കുറവാണ്. കാര്യം ആവശ്യക്കാരില്ല. ഉള്ള വീടുകളിൽ തന്നെ താമസിക്കാൻ ആൾക്കാർ ഇല്ല. അപ്പം ഈ ലെവലില് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ, രാഷ്ട്രീയ ഘടനയെ ഒക്കെ ഇപ്പോൾ തന്നെ പുറത്തേക്കുള്ള കുടിയേറ്റം വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈം റേറ്റുകളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഡ്രഗ് അഡിക്ഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഡ്രഗ്സിന്റെ ക്യാപിറ്റൽ പഞ്ചാബാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ പഞ്ചാബിനെ വെല്ലുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഡ്രഗ് അഡിക്ഷനും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വ്യാപിച്ചിട്ടുണ്ട്. വാഹന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്ന, പരിക്ക് പറ്റുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ വാർത്തകളുടെ സ്ഥാനത്ത് ആണ് ഇപ്പം കുറ്റകൃത്യങ്ങൾ. അത് പ്രധാന വാർത്തകൾ എന്ന് പറയുന്ന കുറ്റകൃത്യ വാർത്തകളാണ് ഇപ്പോൾ ഉള്ളത്.
രാഷ്ട്രീയ വാർത്തകൾ പോലുമല്ല, എല്ലാത്തരം ക്രൈംസും കേരളത്തിലുണ്ടാകുന്നു. കഴിഞ്ഞ വർഷം ഡ്രഗ്സ് കേസുകൾ, റിലേറ്റഡ് കേസുകളിൽ 25,000 പേരാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാർത്തയാണ്. ഈ വർഷം ജനുവരിയിൽ മാത്രം 19,000 കേസുകൾ ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നും ഒരു വാർത്തയുണ്ടായിരുന്നു. അപ്പൊ ഇതും പ്രവാസവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ ആദ്യം ഒരു സൂചന നൽകുകയുണ്ടായി. പുറത്തേക്ക് പോകാൻ വിദ്യാഭ്യാസ യോഗ്യത കുറവുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പണിയും കിട്ടാത്തവർ, പണിയുണ്ട് സ്റ്റാറ്റസ് കാരണം അല്ലെങ്കിൽ അഭിമാന പ്രശ്നം കാരണം കൂലിപ്പണി പോലെയുള്ള അല്ലെങ്കിൽ ഈ മാനുവൽ ലേബർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, ഇവരാണ് കുറ്റകൃത്യങ്ങളിലേക്ക് വളരെ 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 എളുപ്പത്തിൽ വഴുതി വീഴുന്നവർ. ഒരു അധോലോകം കേരളത്തിൽ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊന്നും നിയന്ത്രിക്കാനോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ നമുക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് അതിനകത്ത് ധാർമ്മികമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മതസംഘടനകൾക്കും ഒന്നും ഈ ധാർമ്മികമായ ച്യുതി, ധാർമ്മികമായ അധപതനം എന്ന് പ്രകടമായ ഈ കാര്യങ്ങളിൽ ഇടപെടാനോ നിയന്ത്രിക്കാനോ സാധിച്ചിട്ടില്ല. സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. കേരളത്തിലേക്കുള്ള വ്യവസായങ്ങൾ, കേരളത്തിൽ പണ്ട് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നൊക്കെയാണ് കൊച്ചി അറിയപ്പെടുന്നത്. കൊച്ചി അല്ല, ശരിയായിട്ട് കളമശ്ശേരി അല്ലെങ്കിൽ ആലുവ, അവിടത്തുള്ള അങ്കമാലി വൻകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയതുണ്ട്, തകർച്ചയുടെ വക്കീലാണ്. കേരളത്തിലുള്ള മുതൽ മുടക്ക്, ഇന്ത്യയുടെ ബാക്കി ഫാക്ടറികൾ പോലെയുള്ള ഈ വലിയ തോതിൽ തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളിലുള്ള മുതൽ മുടക്കിന്റെ ഒരു 1.57% ആണ്. നെഗ്ലിജിബിൾ ആയിട്ടുള്ള മുതൽ മുടക്കാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും സർക്കാരിന്റെ പിന്തുണയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സമ്മതിയും ഉണ്ടായിരുന്നുവെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരുമായിരുന്നു. ഇപ്പോഴുള്ള ഞാൻ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതി പോകുന്ന ഒരു തലമുറയ്ക്ക് ജോലി കിട്ടുമായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ മാനേജ്മെന്റ് മേഖലയിൽ അല്ലെങ്കിൽ ഉയർന്ന തസ്തികകളിലൊക്കെ ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന, കേരളം ഉപേക്ഷിച്ചു പോയ, ഒരിക്കലും തിരിച്ചു വരാത്ത കുറച്ചു പേരെങ്കിലും തിരിച്ചെത്തുമായിരുന്നു. വീടുകളിൽ ആൾക്കാരുണ്ടാകുമായിരുന്നു. കുറ്റകൃത്യങ്ങൾ കുറയുമായിരുന്നു. അനാഥരായി ഏകാന്തരായി ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇനിയുള്ള ഒരു പ്രശ്നം, അത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ മതസംഘടനകളുടെ ആൾക്കാർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരൊക്കെ വന്നിട്ട് ലോഹ്യമൊക്കെ ചോദിച്ചിട്ട് പോകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടപെടും. കേരളത്തിൽ വന്ന് എല്ലാവരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ്, പരസ്പര കൊടുക്കൽ വാങ്ങലുകളും ബന്ധങ്ങളും ഒന്നുമില്ല, ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. തൊട്ടപ്പുറത്ത് നടക്കുന്ന എന്ത് എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. അതൊരു മൂല്യച്യുതിയുടെ കൂടി പ്രശ്നം ഉണ്ട്. ഞാനൊരു കഥ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി. കേരളത്തിൽ പത്രവായന കുറവാണ്. പക്ഷെ ഒരു പ്രായമുള്ളയാൾ പത്രക്കാരനെ വിളിച്ചിട്ട്, നീ എല്ലാ ദിവസവും എനിക്ക് പത്രം ഇടണം, പത്രം ഇട്ട് കഴിഞ്ഞാൽ ബെല്ലടിക്കണം. അപ്പം പത്രം ഇടുന്ന പയ്യൻ ചോദിച്ചു, എന്തിനാണ്? പത്രം വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ വായിക്കാൻ വേണ്ടിയൊന്നുമില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് നിനക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമല്ലോ. അഥവാ ബെല്ലടിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എങ്കിൽ ഞാൻ മരിച്ചുപോയി എന്ന് നാട്ടുകാരെ അറിയിക്കാൻ ഇതാണ് ഒരേ ഒരു വഴി. ഇതാണ് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാമൂഹിക അവസ്ഥ. ഞാൻ കൂടുതൽ കണക്കുകളിലേക്കൊന്നും ഇനി കടക്കുന്നില്ല. ഞാൻ ചർച്ചകളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. നമുക്ക്
ചർച്ചകളിലൂടെ, ഇന്ററാക്ഷനിലൂടെ ബാക്കി തുടരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്ക് നിങ്ങൾക്ക് കൈമാറുന്നു. പ്രവാസത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ സമൂഹത്തെയും നമ്മുടെ സംസ്കാരത്തെയും നിലനിൽപ്പിനെയും ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണമാണ് ശ്രീ പ്രദീപ് കുമാർ നൽകിയത്. അതിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തു. ഇതിന് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തിൽ ഇനി ഇതെന്തെങ്കിലും തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയും അതിനുള്ള സാധ്യത കാണുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇതൊരു സൈക്ലിക്കൽ ടെൻഡൻസി ആയിട്ട് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കാരണം ഈ പ്രവാസത്തിൽ ആളുകൾ പോകുമ്പോൾ എല്ലായിടത്തും റെഡ് കാർപ്പറ്റ് സ്വീകരണമല്ല കിട്ടുന്നത്. ഒരു 25 വർഷത്തിൽ കൂടുതൽ പ്രവാസിയായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അനുഭവം, നമ്മൾ ഏത് രാജ്യത്തായാലും പ്രവാസി എന്ന് പറയുമ്പം രണ്ടാം തരം പൗരന്മാരാണ്. ആ രാജ്യത്തെ പൂർണ്ണമായ അവകാശങ്ങളോ അവിടെ ലഭിക്കേണ്ട പൂർണ്ണമായ ബഹുമാനമോ ഏത് പദവിയിലായിരുന്നാലും കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ കുറേ പേരെങ്കിലും തിരികെ വരികയും അങ്ങനെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു അനുഭവം ഒരുപക്ഷെ ഉണ്ടാവുകയും ചെയ്യാം എന്നൊരു പ്രതീക്ഷ, ഒരുപക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷയായിരിക്കാം അത്, എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഈ വിഷയത്തെ സമഗ്രമായി കൈകാര്യം ചെയ്തു. ഇതിന് ഒരു ചെറിയൊരു വശവും കൂടെ ഉണ്ട്. പത്രക്കാരൻ വീട്ടിൽ വന്ന് ബെല്ലടിക്കണം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഒരുപക്ഷെ കേരളത്തിലെ സമൂഹത്തിൽ ഇനിയിപ്പോൾ ആവശ്യമായി വരുന്ന ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെയൊക്കെ പരിപാടികളിൽ വയോജന നയം രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ആ നിർദ്ദേശം വെക്കുകയുണ്ടായി. നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം എല്ലാ വീട്ടിലും പ്രായമായ ഒരു പുരുഷനും സ്ത്രീയും മാത്രം അവശേഷിക്കുന്നു. സ്ത്രീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ പുരുഷന് ഭക്ഷണം കിട്ടും. സ്ത്രീ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും പുരുഷൻ തനിച്ചാവുകയും അല്ലെങ്കിൽ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി വളരെ വഷളാവുകയും രണ്ടുപേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് പോലും സുഭിക്ഷതയ്ക്കിടയിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കമ്മ്യൂണിറ്റി കിച്ചണുകളിലൂടെ 3 നേരവും ഈ വീടുകളിൽ ഭക്ഷണം എത്തിക്കുകയും ആശാ വർക്കർമാർ പോലെ പ്രവർത്തിക്കുന്ന, ദിവസവും വീടുകൾ സന്ദർശിക്കുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് സംവിധാനത്തിലൂടെ ഇവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒരു കാലം കൂടി വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഈ വയോജന നിയമത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശം ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു വയോജന നിയമം സമഗ്രമായി രൂപീകരിക്കുമ്പോൾ ആ വിഷയം കൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിഷയം വളരെ നന്നായി കൈകാര്യം ചെയ്തു. ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. അതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. ശ്രീ ബെന്നി പരിമണം അതിന് മുൻകൈയെടുത്ത് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ ഇത്രയും സമഗ്രമായ ഒരു വിശകലനം നടത്തിയ ശ്രീ പ്രദീപിനോടുള്ള നന്ദി, ഔപചാരികമായിട്ടുള്ള നന്ദി പിന്നീട് അറിയിക്കുന്നതാണ്. നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സാർ. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 245-ാമത്തെ വെബിനാർ മാർച്ച് മാസം 29-ാം തീയതി, അതായത് അടുത്ത ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് നടക്കുന്നതായിരിക്കും. ഈ സൂം ലിങ്കിൽ തന്നെ നമുക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലീഡറും അതുപോലെ തന്നെ വിഷയവും ഒക്കെയും നമ്മളെ പുറകാലെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി അടുത്ത ആഴ്ചത്തിലെ വെബിനാറിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നമുക്ക് ലാലച്ചൻ സാറ് പറഞ്ഞതുപോലെ ചർച്ചകൾക്കും അതുപോലെ തന്നെ ഈ വിഷയ അനുബന്ധമായിട്ടുള്ള കൂട്ടിച്ചേരലുകൾക്കുമൊക്കെയുള്ള അവസരമാണ്.
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സിസ്റ്റത്തിലൂടെ അവരുടെ ഹാൻഡ് റേസ് ചെയ്യണം. ഈ ചാറ്റ് ബോക്സിൽ തങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതിയിട്ടാലും അതും നമുക്ക് പരിഗണിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ രാജു ഫിലിപ്പ് സാറാണ് ആദ്യമായിട്ട് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത്. രാജു ഫിലിപ്പ് സാറിന് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇവിടെ അവതാരകനായിരുന്ന അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറിനും അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം വളരെയധികം ആകൽപ്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെയധികം സമഗ്രമായിട്ട് വിഷയം അവതരിപ്പിച്ചതായ പ്രത്യേകിച്ച് സാറിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ലൈറ്റർ വേദി എന്ന വിഷയം തിരഞ്ഞെടുത്തതിൽ പ്രത്യേകമായിട്ട് വേദി ആദ്യമായിട്ട് ഞാൻ ആദ്യമായി തന്നെ ഞാൻ അനുമോദിക്കട്ടെ. പ്രദീപ് കുമാർ സാറ് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമാണ്, വളരെയധികം സത്യമായിട്ടുള്ളതാണ്. കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കേട്ടപ്പോൾ വളരെ ഭയാനകമായ ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ ഇതിലേക്ക് കടന്നു വന്നത്. അതായത് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഒരു രോഗാതുരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വയോജനങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു സമൂഹമായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ളതായ ചെറുപ്പക്കാരും ഇവിടെയുള്ളതായ വിദ്യാർത്ഥികളുമൊക്കെയും ജോലിക്കായിട്ട് അല്ലെങ്കിൽ ജീവിത സൗകര്യത്തിനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും കാണുന്നുണ്ട്. കുറച്ചു കാലം ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കാണുകയുണ്ടായി. ഞാൻ താമസിച്ചതായിട്ടുള്ള മെൽബോൺ എന്ന് പറയുന്നത് വിക്ടോറിയ ഡിസ്ട്രിക്റ്റിലാണ്. വിക്ടോറിയ ഡിസ്ട്രിക്റ്റിനെ എഡ്യൂക്കേഷണൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എഡ്യൂക്കേഷണൽ സിറ്റി എന്നാണ് ആറിൻ്റെ ഡാഷ്ബോർഡിലൊക്കെയും എഡ്യൂക്കേഷണൽ സിറ്റി വിക്ടോറിയ ഡിസ്ട്രിക്റ്റ് എന്ന് എഴുതി. അപ്പൊ അവിടെ കാണാൻ സാധിക്കുന്നത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പല ഷോപ്പുകളിലും സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പെൺകുട്ടികൾ 15-16 വയസ്സും 7 വയസ്സും പെൺകുട്ടികൾ അവിടെ പല ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ സെയിൽസ് ഗേൾസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടു. തീർച്ചയായിട്ടും വലിയൊരു വളരെയധികം കാണാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ കുമാർ സാർ പറഞ്ഞതായ കാര്യങ്ങളൊക്കെയും വളരെയധികം സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ലാലച്ചൻ സാർ പറയുകയുണ്ടായി കമ്മ്യൂണിറ്റി കിച്ചണിനെ കുറിച്ച്. എൻ്റെ ഒരു സുഹൃത്തും 10-15 രൂപ ചേർന്നിട്ട് പാലായിലുള്ള ഒരു 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് 15 വീടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 10 സെന്റിൽ വെച്ച് 15 വീടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അവരെല്ലാം കൂടി കോമൺ ആയിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ. അവരുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. സിനർജി ഹോംസ് എന്നാണ് പറയുന്നത്. സിനർജിയുടെ ആൾക്കാർ കൂടി ചേരുമ്പോഴത്തേക്ക് സിനർജി ആയിട്ട് മാറും. സിനർജി ഹോംസ് എന്നാണ് പറയുന്നത്. പാലായിക്കടുത്താണ് അവിടെ ഈ പറയുന്നതായ കെട്ടിട സമുച്ചയം. അവിടെ ഒരു കിച്ചണേ ഉള്ളൂ. ബാക്കി ഓരോ വീടുകളിലും കിച്ചണില്ല. കാരണം ഇവിടെ കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ താമസിക്കുന്നവർക്ക് സ്വയം കുക്ക് ചെയ്യാനൊക്കെയും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ കോമൺ ആയിട്ടൊരു സഹായിയെ വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയും ഇന്ന് പള്ളികളിലും അതുപോലെ പള്ളികളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും അതുപോലെ മുസ്ലിം മോസ്കുകളൊക്കെയും സ്കൂളുകളോ അല്ലെങ്കിൽ പറയുന്ന ഹോസ്പിറ്റലുകളെല്ലാം തുടങ്ങേണ്ടത് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി കിച്ചൺസ് ആണ് ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഹോസ്പിറ്റലുകളൊക്കെ മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കുന്നു. 5 സ്റ്റാർ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ വലിയ വലിയ സ്കൂളുകളും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ലാഭം ഉണ്ടാക്കാനാണ് പറയുന്ന മത സ്ഥാപനങ്ങളൊക്കെയും ശ്രമിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി പറഞ്ഞതായ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉണ്ടാക്കി വയോജനങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനും, കിച്ചൺ മാത്രമല്ല ഭവനങ്ങളും ഓരോ കിച്ചൺസ് ഉണ്ടാക്കി താമസിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്ന ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ പ്രത്യേകമായ അഭിപ്രായം.
കൂടുതലായിട്ട് മുന്നോട്ട് കൂടുതലായിട്ട് കിട്ടുന്നില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെയും വളരെയധികം പ്രസക്തമാണ്. നമ്മൾ ഗൗരവത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാണെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു രാജു സാർ. പ്രദീപ് കുമാർ സാറെ, നമ്മൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇത് കൂട്ടിച്ചേർക്കലിന് മറുപടി പറയുന്ന രീതിയിലാണ് നമ്മളുടെ വെബിനാർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പ്രദീപ് കുമാർ സാറിന് രാജു സാർ പറഞ്ഞതിനോടുകൂടി എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. തീർച്ചയായിട്ടും വേണം. ഞാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ BRT ഭാസ്കറിനെ ചിലരെങ്കിലും അറിയുന്നുണ്ടാവും. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. ഹിന്ദുവിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹം ദീർഘകാലം ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന, ഒരു മകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അതിനുശേഷം അദ്ദേഹം മരുമകൻ മദ്രാസിലുണ്ട്, തിരക്കുള്ള ഡോക്ടറാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, മെഡിക്കൽ കെയർ വേണം. അവിടെ മദ്രാസിലെ ഒരു സ്ഥാപനത്തിൽ ഇതേപോലെ ഒരു ഓൾഡ് ഏജ് ഹോം ഒന്നുമല്ല, ഈ പറഞ്ഞ ഓൾഡ് കെയർ ഹോം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം കുറച്ചു കാലം താമസിച്ചു. ഏതാനും മാസം 1 ലക്ഷത്തോളം രൂപയാണ് മാസം ആകുന്നത്. അത് താങ്ങാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അതേപോലെ നല്ല കെയർ കിട്ടുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് ആരംഭിച്ചപ്പോൾ അദ്ദേഹം അവിടേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം മാർച്ചിൽ അദ്ദേഹത്തെ കാണാൻ പോയി, സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ സഹായിയായി ഒരു പയ്യനുണ്ട്. അപ്പം കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് റൂമിൽ തന്നെ ആഹാരം പാചകം ചെയ്യാം. അപ്പൊ സാറെന്തിനാണ് അവിടെ പോയി ബുദ്ധിമുട്ടി നടന്ന് അവിടെ പോയി കഴിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കഴിക്കാൻ വരുന്ന ആൾക്കാരെ കാണാം, എനിക്ക് വർത്തമാനം പറയാം. അതുകൊണ്ട് എനിക്ക് വയ്യ എങ്കിലും ഞാൻ റൂമിൽ പാചകം ചെയ്ത് കഴിക്കില്ല, അല്ലെങ്കിൽ റൂമിൽ ആഹാരം വരുത്തി കഴിക്കില്ല എന്ന് പറയും. കാര്യം ഇതൊരു കമ്മ്യൂണിക്കേഷനും കൂടെ വലിയൊരു പ്രശ്നമാണ്. കാര്യം പ്രായമായി കഴിഞ്ഞാൽ വർത്തമാനം പറയാൻ ഒരാളെ കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്നുള്ളത് ആശ്വാസമാണ്. സത്യം പറഞ്ഞാൽ കേരളീയ സമൂഹം ആൾക്കാരെ ഇങ്ങനെയുള്ള കെയർ ഹോംസിൽ മാത്രമല്ല, ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ നേഴ്സ് വരും, വൈദ്യസഹായം കിട്ടും, അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ഉള്ള ഇത്തരം കെയർ ഹോമുകൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും സർക്കാരിന്റെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സഭ പോലെയുള്ള അവർക്കൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പറ്റും. ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഇതേപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവും. സമപ്രായക്കാരായിട്ട് ആൾക്കാർക്ക് ഒന്നിച്ച് സുഖകരമായി വാർദ്ധക്യം അവസാനകാലം ചെലവഴിക്കാൻ പറ്റും. നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇതേപോലെയുള്ള സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നടതള്ളി എന്നൊക്കെ ആൾക്കാർ പറയും. അതൊക്കെ സത്യം പറഞ്ഞാൽ സമൂഹത്തിന്റെ സമീപനം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിലേക്ക് വ്യാപകമായ ചർച്ച അതിനെക്കുറിച്ച് അടിയന്തരമായി നടത്തേണ്ടതാണ്. മാത്രമല്ല, സാധാരണക്കാർക്ക് താങ്ങുന്ന ലെവലിലേക്ക് ഇത്തരം സ്ഥാപനങ്ങൾ വരണമെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ വർദ്ധിതമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായിട്ട് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് ബ്ലസ്സി ജോസഫ് ആണ്. ബ്ലസ്സിക്ക് ഇപ്പോൾ സംസാരിക്കാം. മനസ്സിലായോ? മനസ്സിലായി. അയൽവാസിയാണ്, അമേരിക്കയിലാണ്. എവിടെയാണ് ഇപ്പം? ഞാൻ യുഎസിലാ, അലബാമ എന്നുള്ള സ്റ്റേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഐ വാസ് സോ എക്സൈറ്റഡ്. പ്രതിഭേട്ടനെ ടോക്കാൻ അറിഞ്ഞപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആദ്യം എന്താ പറയാ, ഫസ്റ്റ് പറഞ്ഞ മറ്റേ ലാലച്ചൻ സാറ് പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി, കാരണം ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 2 വർഷമായി. ഞാനിവിടെ എന്റെ പേഴ്സണൽ അനുഭവമാണെങ്കിലും ഇവിടെ ഞാൻ കണ്ട സ്റ്റുഡൻസ് ആരും എന്താ പറയാ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു എൻജോയ് ചെയ്യാനാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് എന്ന് പണ്ടുള്ളവർ ഭയങ്കര കഷ്ടപ്പാടും, ഇപ്പോൾ ഉള്ള ഒരു തലമുറ എന്ന് പറയണത് അവർ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ഇപ്പൊ ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് 10,000 രൂപ കിട്ടും. ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ഒക്കെ ജോലി കിട്ടും. ഞാൻ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തു. പോസ്റ്റ് ഡോക്കിനാണല്ലോ ഞാൻ ഇവിടെ വരുന്നത്. അപ്പം ഞാൻ അവിടുത്തെ ഒരു PhD ജേർണിയും ഇവിടുത്തെ ഒരു PhD ജേർണിയും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുട്ടികൾക്ക്
യൂണിവേഴ്സിറ്റി തന്നെ ഇടപെട്ട് ധാരാളം കരിയർ പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം പല കമ്പനികളും വന്നിട്ട് കരിയർ പ്ലേസ്മെന്റ് നടക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ അണ്ടറിലുള്ള ഒരു കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. പക്ഷെ ഇങ്ങനൊരു സിസ്റ്റം നമ്മളുടെ അവിടെ ഭയങ്കര പാടാ. നമ്മളുടെ അവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറെ സമയം. ഇവിടെ അപ്പം എന്താ പറയാ, സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ഇത് നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ ലാഗ് ചെയ്യുന്നതായിട്ട് പ്രദീപേട്ടന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് PhD ഉണ്ടെങ്കിലും ജോലിക്ക് കയറാൻ പല കോളേജുകളിലും 30 ലക്ഷം 40 ലക്ഷം. ഇവിടെയും റെക്കമെൻഡേഷൻസ് ഒക്കെ വർക്ക് ചെയ്യും. ബട്ട് അങ്ങനെ പൈസ കൊടുത്ത് ജോലിക്ക് കയറേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടതാ എനിക്കറിയില്ല. അങ്ങനെ മേ ബി അതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാവാം കുട്ടികൾ ഇത്രയും പുറത്തേക്ക് പോകുന്നതെന്ന് പ്രതിഭേട്ടന് അഭിപ്രായമുണ്ടോ? തീർച്ചയായും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ വിദ്യാഭ്യാസം പിന്നെ ഇങ്ങനെ അൺഎൻഡിങ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. അപ്പൊ ഡിഗ്രി കഴിയുന്നു, PG, പിന്നെ ഡോക്ടറേറ്റ്, ഇങ്ങനെ പോകുന്നു. ജോലി എവിടെ കിട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളും പദ്ധതികളും കേരളത്തിൽ പൊതുവെ കുറവാണ്. വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വിദ്യാഭ്യാസം എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് വേണമെങ്കിൽ പറയാം. പക്ഷെ ജോലി മാത്രം ഇല്ല. രണ്ടാമത്തെ പ്രശ്നം താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പിന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളൊക്കെ അത് മെറിറ്റോറിയസ് ആയിട്ടുള്ള നിയമനങ്ങളില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരുപക്ഷെ മത സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടി അത് വൻതോതിൽ കൈമുടക്ക് വാങ്ങിച്ചിട്ടാണ് നിയമനങ്ങൾ നടക്കുന്നത്. ആ രംഗത്ത് അടിയന്തരമായി ഇടപെടേണ്ട സർക്കാരുകളൊന്നും ഒരു കാലത്തും അതിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെയുള്ള നിയമനങ്ങളുണ്ട്. പിന്നീടുള്ള നിയമനങ്ങൾ, രാഷ്ട്രീയ നിയമനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അതൊക്കെ കൊണ്ടാകാം പുറത്തേക്ക് ഉള്ള ഈ പോക്കിന് പിന്നെ വേഗത കൂടിയിട്ടുള്ളത്. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല എന്ന് പൊതുവായിട്ടുള്ള ധാരണ. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിന്റെ കാര്യത്തിൽ സാമൂഹിക കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും പുതിയ തലമുറയ്ക്ക് കാര്യമായ താല്പര്യമില്ല. അവർക്കൊരു റോളും ഇവിടെ നിർവഹിക്കാനില്ല എന്ന് അവർക്കൊക്കെ ബോധ്യമുണ്ട്. ഒട്ടേറെ പേരുടെ അഭിമുഖങ്ങൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു കാര്യത്തിലും പ്രത്യേക ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭാവനയും തങ്ങൾക്ക് നൽകാൻ പറ്റില്ല എന്നുള്ള ഒരു ദുഃഖവും പുറത്തേക്കുള്ള കൊഴിഞ്ഞുപോക്കലിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, വർക്ക് പെർമിറ്റ് പുറത്തൊക്കെ പോയി പഠിക്കുന്നവർ ഇപ്പൊ ഒരു ജോലിയും ഇവിടെ ചെയ്യാൻ പിന്നെ മാനസികമായി തയ്യാറില്ലാത്ത ആൾക്കാർ പോലും വർക്ക് പെർമിറ്റ് കിട്ടുമല്ലോ പഠിക്കാനായിട്ട്. കാനഡയ്ക്ക് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്ത് ഈ കോഴ്സിന്റെ ആവശ്യത്തിനുള്ള കാശ് സമ്പാദിച്ച് അന്തസ്സായി ജീവിക്കുന്ന ഒരു മനസ്ഥിതി അവിടെ ചെല്ലുമ്പോഴുണ്ടാവും. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു വർക്ക് കൾച്ചറും ഇല്ല. സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട്. താങ്ക് യു. അടുത്തതായിട്ട് ശ്രീ യാക്കൂബ് തോമസ് സാറാണ്. സാറിന് ഇപ്പോൾ സംസാരിക്കാവുന്നതാണ്. യാക്കൂബ് തോമസ്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രഭാഷണം ഒരു ടിപ്പിക്കൽ സദാചാര വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കേരളത്തിൽ അടുത്ത കാലത്ത് പ്രവാസത്തെ കുറിച്ചൊക്കെ പത്രമാധ്യമങ്ങളും ഒക്കെ പറയുന്ന രീതിയിലുള്ള യാതൊരു ഡാറ്റയുടെയും അടിസ്ഥാനമില്ലാതുള്ളൊരു സംസാരമാണ് ഇവിടെ നടത്തിയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പൊ അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ മിനിമം അതിന്റെ ഡാറ്റ വേണം. എന്താണ് ഇതിന്റെ ഡാറ്റ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അംഗീകൃത ഡാറ്റ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കാണ്. ഇപ്പൊ അത് പലരും പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം തൊട്ടുള്ള കണക്കുകൾ മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 2014 ഉണ്ടായ കൊലപാതകങ്ങളെക്കാൾ ഇപ്പോൾ കൊലപാതകങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. കേരളത്തില് എൻ്റെ എല്ലാ ഡാറ്റ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യായിരുന്നു. ഒരു ഉദാഹരണം മാത്രം പറയാം. കുട്ടികൾ നടന്ന കൊലപാതകങ്ങൾ 2014 1398 കൊലപാതകങ്ങൾ കുട്ടികൾ ചെയ്തു. 2023 കൊലപാതകം എന്ന് പറയുന്നത് 443. നേർപകുതിയല്ല, വലിയ തോതിൽ കുറയുകയാണ് കുട്ടികളും മറ്റും നടന്ന കൊലപാതകങ്ങൾ. ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന കൊലപാതകം, ശരാശരി കൊലപാതകം എന്ന് പറയുന്നത് 300-നും 355-നും ഇടയിലേ ഉള്ളൂ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ച് കൊലപാതകം നടക്കുന്നത് കേരളത്തിലാണ്. 0.9% ആണ് കേരളത്തിലെ കൊലപാതകങ്ങളുടെ റേറ്റ്.
ഏറ്റവും കൂടുതൽ ജാർഖണ്ഡിലാണ് 4.1%. ഇത്തരം ഡാറ്റകളില്ലാതെ എങ്ങനെയാണ് ചുമ്മാ നമ്മള് കേരളത്തിൽ അക്രമവും കൊലപാതകവും ആണെന്ന് പറഞ്ഞു വലിപ്പെടുത്തുന്നത്? ഇനി ഇത്തരക്കാരോട് ഈ ഡാറ്റ പറയുന്നുണ്ട്, അവർ മിണ്ടത്തുമില്ല. ഒരു വിവരവുമില്ലാതെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്ന മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് നമ്മൾ ബോധപൂർവ്വം ഒരിടത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇത് പൊതുവിൽ വരുന്ന ഈ പ്രവാസത്തെ കുറിച്ചുള്ള എല്ലാ സംസാരങ്ങൾക്കകത്തും ഇത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ആ കുട്ടി അദ്ദേഹം ചോദിച്ച പ്രശ്നം തന്നെ, പ്രവാസം പണ്ട് പോയത് ജോലിക്കാണ്, ഇന്ന് ആനന്ദിക്കാനാണ്. ഈ ഇത്തരം ചില ദ്വന്ദ്ങ്ങൾക്കകത്തിട്ടിട്ടാണ് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ കേരളത്തിലെ വീടുകൾ അങ്ങ് മുഴുവൻ അങ്ങ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ തെളിവെന്താ? എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇനി കേരളത്തിലൊന്നും ചെറുപ്പക്കാരില്ല. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. കേരളത്തിലെ വർഷങ്ങളായിട്ട് പിന്നെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. ഇതുവരെ അവർ 10 കോടി പൊതിച്ചോറ് കൊടുത്തു. DYFI എന്നാ സംഘടനയുടെ പേര്. ഇവർ ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത് ആണോ? കേരളത്തിൽ പിന്നെ ഈ പറയുന്ന നൂറുകണക്കിന് മേഖലകളിൽ DYFI വയനാടിൽ പണിത് കൊടുക്കുന്നതിന്റെ 100 വീടുകളാണ്. ചെറുപ്പക്കാരുടെ സംഘടനയാണ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് 35 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ സംഘടന 100 വീട് പണിത് കൊടുക്കുകയാണ്. അവർ ബിരിയാണി ചലഞ്ച് നടത്തിയും പിന്നെ ആക്രി പെറുക്കി വിറ്റുമാണ് നടത്തുന്നത്. ഇതൊന്നും കാണാതെ നമ്മൾ പറയുന്നത് ഇവിടെ ചെറുപ്പക്കാരൊന്നുമില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്? കൃത്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് പിന്നെ പുറമെ നമ്മുടെ പത്രക്കാരൊക്കെ ഓൺലൈനിലും വാട്സാപ്പിലും ഒക്കെ എഴുതി വിടുന്ന കുറെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തിനാണ് ഈ വർത്താനം പറയാൻ ഇറങ്ങിത്തിരിക്കുന്നത്? ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നെങ്കിലും അറിയണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ കേരള സമൂഹത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെയും ഒക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി ഏറ്റവും ഉദാഹരണം തന്നെ, ഏറ്റവും അവസാനം നടന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേരളത്തിൽ വയോജന കമ്മീഷൻ കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വാർദ്ധക്യവും മറ്റു പ്രശ്നങ്ങളും ഗൗരവപൂർവ്വം സർക്കാർ ഏറ്റെടുക്കുന്നു. ഇത് ഒരുപാട് വലിയ അടുത്ത കാലത്ത് കേരളത്തിലെ ബജറ്റുകളിലെല്ലാം ഇത് വന്നിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന പ്രവാസം ഉണ്ടാക്കി എന്തൊക്കെയാണ് സംഭവിക്കുകയാണ്, അതങ്ങ് ഭയങ്കരമായിട്ടും കേരളം അങ്ങ് ഇല്ലാതായി എന്നൊക്കെ മട്ടിലുള്ള സംസാരങ്ങൾ നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? എന്ത് വിവരത്തിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കേരള പോലീസിന്റെ സൈറ്റിൽ നിന്നുള്ള കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൃത്യമായി പറയാം. കഴിഞ്ഞ വർഷം 1,90,000 കേസുകളാണ് കേരള പോലീസിന്റെ സൈറ്റിൽ കൊലപാതകം, റേപ്പ്, മോഷണം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 1,09,000. ഈ വർഷം അതിന് ഡീറ്റെയിൽസിലേക്ക് അങ്ങനെ ഇങ്ങനെ പൂർണ്ണമായി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കേരളത്തില് രണ്ടുപേർ തമ്മിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഭീഷണി ഉണ്ടെന്ന് കേസ് ചെല്ലും. കൊലപാതകങ്ങളുടെ കണക്ക് കേൾക്കൂ. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ധരിച്ചത്. 1.9 lakhs ആണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കൊലപാതകം, റേപ്പ്, മോഷണം തുടങ്ങിയ കോഗ്നിബിൾ ഒഫൻസസ് ക്രൈംസ്. ഈ വർഷം വരെ 15,925 ഈ മാർച്ച് ഈ കഴിഞ്ഞ ദിവസം വരെ സൈറ്റിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. തിരിച്ച് മയക്ക് വരുന്ന കേസുകൾ കഴിഞ്ഞ വർഷം 27,701, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ 24,517. ഇത് കണക്ക്. എന്റെ ഓരോ ഐറ്റം വൈസ് ആയിട്ട് ഇതിൽ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷന്റെ ടോട്ടൽ കണക്കല്ല വേണ്ടുന്നേ. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് എത്ര കൊലപാതകം കേരളത്തിൽ നടക്കുന്നുണ്ട്? കേരള പോലീസിന്റെ എത്ര കൊലപാതകം കേരളത്തിൽ ഒരു വർഷം നടക്കുന്നുണ്ട്? ഇല്ല, അത് ഓരോ ഇതിലെ ഈ പറഞ്ഞ 1.9 കണക്കല്ലേ വേണ്ടുന്നേ. അതാണ് കുഴപ്പം. ഈ ഇത്തരത്തിലുള്ള യാക്കോബേ, ആ സാറ് പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. സാറ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ സംസാരിക്കുക. ചർച്ചയാണ്, ഇതിൽ വഴക്കിടാനുള്ള ഒരു വേദിയല്ലല്ലോ. വഴക്കിടാനുള്ള വേദിയല്ല. ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പൊതുവായ കണക്കാണ് പറഞ്ഞത്. ഇത് അടിസ്ഥാനം ഇതാണ്. ഇതിന്റെ ഓരോ ഐറ്റം താങ്കൾ ചോദിച്ച കൊലപാതകത്തിന് എത്ര കേസ്, റേപ്പിന് എത്ര കേസ്, മോഷണത്തിന് എത്ര കേസ്, ഇങ്ങനെ ഓരോ ഐറ്റം വൈസായിട്ട് പറയാനുള്ള സമയം ഇവിടെ ഇല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള മൈഗ്രേഷൻ സംബന്ധിച്ചുള്ള മുഴുവൻ കണക്ക് ഞാൻ പറഞ്ഞു. 2023 കേരള മൈഗ്രേഷൻ സർവേ ഡോക്ടർ ഇരുദയരാജൻ നടത്തിയ സർവേ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലെ കണക്കാണ്.
ഇത് അടിസ്ഥാനമില്ല എന്ന് താങ്കൾ പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ കണക്ക് ആവർത്തിച്ച് പറയട്ടെ. 2023 വരെ 22 ലക്ഷം മൈഗ്രേഷനാണ് പുറത്തേക്ക് ഉണ്ടായിട്ടുള്ളത്. 3 ലക്ഷം പേർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ 52 ലക്ഷം പേർ എന്നുള്ളത് ഡോക്ടർ എസ് ഇരുദയ രാജൻ സംസ്ഥാന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ ആധികാരികമായ പഠനത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത് പറയാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അത് താങ്കൾക്ക് ചിലപ്പം അത് ബുദ്ധിമുട്ടുണ്ടാകും. കേരളത്തിലെ മൊത്തം റവന്യൂവിന്റെ 1.7 ഇരട്ടിയാണ് പുറത്തു നിന്നുള്ള പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചുകൊണ്ടിരുന്ന പണം. അത് 37,058 കോടി രൂപയാണ് എല്ലാ വർഷവും അയച്ചുകൊണ്ടിരിക്കുന്നത്. മൈഗ്രേഷന്റെ എണ്ണം കൂടുന്തോറും പുറത്തേക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലും ഒക്കെ പോയി അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും ഈ വരവ് കുറയും. 37,058 കോടി രൂപ പ്രതിവർഷം ലഭിക്കുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും കുറയും. അത് ലോജിക്കലായിട്ട് നമുക്ക് എത്താവുന്ന കൺക്ലൂഷനാണ്. കാര്യം പ്രവാസികൾ പുറത്തേക്ക് പോകുന്നു, അവർ തിരിച്ചു വരുന്നില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകേണ്ടി ആവശ്യം വരുന്നില്ല, കെട്ടിട നിർമ്മാണം ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ വരവ് കൂടി ഈ അടുത്ത വർഷങ്ങളിൽ കുറയും എന്ന് മുരളി തുമ്മാരികുടിയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാര്യം കേരളത്തിൽ കെട്ടിട നിർമ്മാണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. താങ്ക് യു സാർ. ഇനി 3 പേരും കൂടെ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിലിപ്പ് കല്ലട സാറിന് സംസാരിക്കാം. പ്രിയപ്പെട്ട പ്രദീപ് സാർ വളരെ ഭംഗിയായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തു. അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ കേട്ട് ഇതിൻ്റെ പേരിൽ ഇവിടെ സാറ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അവരുടെ ഭരണത്തെയോ കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. രാഷ്ട്രീയം എന്താണെങ്കിലും നമ്മൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും കേരളത്തിലാണ്. അങ്ങനെ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലോ അവർ ഭരിക്കുന്ന സമയത്തോ കൊലപാതകം കൂടിയെന്നോ കുറഞ്ഞെന്നോ ഉള്ള അഭിപ്രായം എനിക്കില്ല. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, സാറ് പറഞ്ഞതുപോലെ 35-നും 40 ലക്ഷത്തിനും ഇടയ്ക്ക് അതിഥി തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ വായിച്ചത് ഈ 10-20 ലക്ഷം പേരും ബംഗ്ലാദേശിൽ നിന്നും ഓടി കൊലപാതകമൊക്കെ കഴിഞ്ഞു വന്നവരും അവർക്കൊക്കെ ഈ ഒരു ഐ ഡി കാർഡ് ബംഗാളിൽ നിന്നും കിട്ടി അതുമായിട്ടാണ് കേരളത്തിൽ വന്നതെന്നുമാണ്. സത്യമാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും അവർ മുഖേന നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ എല്ലാ ജോലികളും നടക്കുകയും ചെയ്യുന്നുണ്ട്. അവരിൽ അത്ര നല്ല സ്വഭാവമുള്ളവരാകണമെന്നില്ല. അവരിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അവരെ നിയന്ത്രിക്കുന്ന നമ്മുടെ പോലീസാണ്. അങ്ങനെ എല്ലാ രാജ്യത്തുമുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 40 വർഷം തമിഴ്നാട്ടിൽ ജീവിച്ച ആളാണ്. തമിഴ്നാട്ടിൽ കോളേജിൽ പ്രൊഫസറായിട്ടിരുന്ന ആളാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഗുണവും കേരളത്തിലുള്ള ഒരു പ്രത്യേകതയും അന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ജോലി ചെയ്യാത്ത ഒരു മനുഷ്യരുമില്ല. എല്ലാവരും ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ചെറിയ ജോലിയെന്നോ വലിയ ജോലിയെന്നോ വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. കുറച്ച് പഠിച്ചു പോയെങ്കിൽ ആർക്കും ചെറിയ ജോലികൾ ചെയ്യാൻ സാധ്യമല്ല. അത് മോശമാണ്, ഡിഗ്നിറ്റിക്ക് മോശമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ വിളിച്ചാണ് അതിഥി തൊഴിലാളികളുടെ എണ്ണം 1-2 കൂടി ഈ 40 ലക്ഷത്തിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ബംഗാളി ഭാഷ പഠിക്കുന്നതിനും അവർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങിയായിട്ട്, പെരുമ്പാവൂർ സ്കൂൾ തുടങ്ങിയായിട്ട് ഞാൻ കേട്ടു. ഒരുപക്ഷെ അങ്ങനെയുള്ളവരുടെ തലമുറ ഇവിടെ ഇനി സ്ഥിരമായിട്ട് താമസം തുടങ്ങും. അവർ വീട് വാങ്ങിക്കാൻ തുടങ്ങി, അവർ കെട്ടിടം വയ്ക്കുവാൻ തുടങ്ങി, മലയാളം പഠിക്കുവാൻ തുടങ്ങി. ഇതൊരു സൈക്കിളാണ്. നമ്മൾ പോയി കഴിയുമ്പോൾ മറ്റൊരാൾക്കാർ വരും. അല്ലാതെ കേരളത്തിൽ ആൾക്കാരില്ലാതെ വരികയില്ല. അവരുടെ ജനസംഖ്യയുടെ എണ്ണം, ജനങ്ങളുടെ എണ്ണം, ഭാഷയുടെ മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു നിലപാടിൽ കേരളത്തിലേക്ക് ഇനി പോയവരെല്ലാം തിരികെ വരുമെന്നൊരു പ്രതീക്ഷ നമുക്കില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പോകുന്നില്ല. പക്ഷേ ഇവിടെ താമസിക്കുന്ന പ്രായം ചെന്ന ആളുകൾ അവർ താമസിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഗവൺമെൻറ്റിനോ ഇല്ലേ? ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിന് കൃത്യമായ കണക്കുകളും കൃത്യമായ രേഖകളും ഉണ്ടാക്കണം. സാർ ഇവിടെ സൂചിപ്പിച്ചു, ആശാവർക്കർമാർ ഓരോ വീട്ടിലും പോയി അന്വേഷിക്കുന്ന രീതി.
പത്രപ്രവർത്തകന്റെ ബെല്ലടിക്കുന്ന കാര്യം കഥയിലാണ് കണ്ടത്. പക്ഷെ ആശാവർക്കന്മാരുടെ ഒരു പ്രധാന ജോലിയായിട്ട് ഇത് എടുക്കാം. ഒന്നത്. രണ്ടാമത് പറഞ്ഞ ഒരു സംശയം കൂടി എനിക്കുണ്ട്. ഫിസിക്സിന് ഇത്രയും റാങ്ക് കിട്ടി പാസ്സായിട്ടും ജോലി ഇല്ലാത്തവർ, ഫിസിക്സിന് ഒരാൾ പോലും ചേരാൻ ഇല്ലാത്ത എറണാകുളത്തെ കോളേജ്, ഇത് കേരളത്തിലെ എല്ലാ കോളേജിലുള്ള അനുഭവമാണ്. നമുക്കൊരു കണക്കില്ലാതെ വെറുതെ കോളേജുകൾ അനുവദിക്കുക. സമുദായത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ, ഓരോ വ്യക്തികളുടെ പേരിലൊക്കെ കോളേജ് കൊടുത്തിട്ട്, ഞങ്ങൾക്ക് BL കോളേജിനെ കുറിച്ച് അങ്ങനെയുള്ള രസകരമായ കഥയൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇവിടെയെല്ലാം കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നുണ്ടാവും? നമുക്ക് ഫിസിക്സിന് ചേരാൻ കേരളത്തിൽ എത്ര കുട്ടികൾ ഉണ്ടാകുമെന്നൊരു കണക്കെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്? ഒരിക്കലുമല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോളേജുകളൊക്കെ ഇനി ഒരുപാട് നിന്നു പോകും. എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് സാർ ഇവിടെ സൂചിപ്പിച്ചില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു 30 എണ്ണം നിന്ന് പോയതായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ പല കോളേജുകളിൽ നിന്ന് പോകും. ജനസംഖ്യയുടെ കുറവ് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾ അവരുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഉദാഹരണം കോയമ്പത്തൂർ തന്നെ, തമിഴ്നാട്ടിൽ. കേരളത്തിൽ നിന്നാണ് പകുതി കുട്ടികൾ അവിടെ ചെല്ലുന്നത്. അതുപോലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേരളത്തിലേക്ക് ആൾക്കാർ വരുന്നത്? വരാത്തതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെ വരാനുള്ള സാഹചര്യം കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കോളേജുകളൊക്കെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ എണ്ണം കുറഞ്ഞ് നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ 20 പാർലമെൻറ്റ് സീറ്റ് 12ആയിട്ട് 8 കുറയുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ വിഷമിക്കാനൊന്നുമില്ല. അതനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും കുറയും, ജനസംഖ്യ കൂടുതലോടത്ത് കൂടും. അങ്ങനെ വന്നാലും കേരളം നിലനിൽക്കും, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് പോകും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായ നമ്മുടെ മനോഭാവങ്ങളും വയോജനങ്ങളോടുള്ള നമ്മുടെ മനോഭാവങ്ങളും മാറി വന്നെങ്കിൽ മാത്രമേ കേരളം മുൻപോട്ട് ഉയർന്നു വരികയുള്ളൂ, വളർന്നു വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതേ നിലയിലോ ഇതിലും താഴെയായിട്ടോ പോവുക മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിന്റെ ഈ ആയുർദൈർഘ്യം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും നമ്മുടെ ആരോഗ്യ മേഖലയിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ പ്രാഥമിക തലത്തിൽ മുതലുള്ള സർക്കാരിന്റെ ഇടപെടലാണ്. അത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ എല്ലാ ഗവൺമെന്റുകളും വളരെ കാര്യമായി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുജന ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, വയോജന കമ്മീഷൻ വന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരട്ടെ. സർക്കാർ പൂർണ്ണമായിട്ടും കുറഞ്ഞ പക്ഷം ഈ വയോജനങ്ങൾക്കെങ്കിലും, സാമ്പത്തിക ശേഷി കുറഞ്ഞ വയോജനങ്ങൾക്കെങ്കിലും പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകണം എന്നുള്ളതാണ്. ഒരു പോളിസി മാറ്റാണ്, പോളിസി ഫോർമേഷന്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് വയോജനങ്ങളുടെ കാര്യത്തിൽ. ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ വയോജന കോളം, ഡെയിലി കോളം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് തലം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കെയർ ഹോംസ് ഒക്കെ ആരംഭിക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തലം മുതലാണ്. അത് നയപരമായ തീരുമാനം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർക്കാരിന്റെ വിവിധ ഏജൻസികളും എടുക്കേണ്ടതുണ്ട്. ആ നയപരമായ ചർച്ച വരുമ്പോൾ പൂർണ്ണമായും ആരോഗ്യരംഗം വയോജനങ്ങൾക്ക് സൗജന്യമാക്കുന്നതിനെ കുറിച്ചുകൂടി ചർച്ച ഉണ്ടാകേണ്ടതുണ്ട്. താങ്ക് യു സാർ. അടുത്തതായിട്ട് സുനിലച്ചനാണ്. സുനിലച്ചൻ ഇപ്പോൾ സംസാരിക്കാം. സുനിലച്ചൻ. ഓക്കെ, പ്രദീപ് കുമാർ സാറിന്റെ പ്രഭാഷണം വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സാറേ, എനിക്ക് പറയാനുള്ളത്, സാറിനോട് പറഞ്ഞ കാര്യങ്ങളോടുള്ള ചില പ്രതികരണം എന്ന് പറയുന്നത്, ഈ പ്രവാസത്തെ എന്തിനാണ് പേടിക്കേണ്ടത്? പണ്ടും പ്രവാസം ഉണ്ടായിരുന്നു. അത് ഒരു രാഷ്ട്രത്തിനുള്ളിൽ നമ്മുടെ ഇവിടുന്ന് ആളുകൾ മുംബൈക്ക് പോയിട്ടുണ്ട്, ഡൽഹിക്ക് പോയിട്ടുണ്ട്, ഭോപ്പാൽ പോയിട്ടുണ്ട്, പല കേരളത്തിന്റെ ബോർഡറൊക്കെ വിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി. അന്ന് ഈ ഭീതി ഉണ്ടായിരുന്നു. നമ്മുടെ വലിയ പച്ചന്മാർക്കും അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ, അപ്പന്മാർക്കും ഒക്കെ അമ്മമാർക്കും ഒക്കെ ഈ ഒരു ഭീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോഴ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഭീതിയേക്കാൾ കൂടുതൽ ഭീതി ഇന്ന് വല്ലാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഈ ചെറുപ്പക്കാരൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏണ്ടൊക്കെ കുഴപ്പം സംഭവിക്കുമെന്നും, നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഏതാണ്ട് കുഴപ്പമുണ്ടാകുമെന്നും, വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകൾ തള്ളപ്പെടുമെന്നൊക്കെ ഒരു ചിന്ത, ഒരു ഭീതി വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് മുതിർന്ന മാതാപിതാക്കളെ മക്കൾ നോക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ തലമുറകൾ സംരക്ഷിക്കുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ കൾച്ചർ. എന്നാൽ ഒരു പാശ്ചാത്യ കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു 14-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്വതന്ത്രരായി കാര്യങ്ങൾ ചെയ്യുകയും
മുതിർന്ന ആളുകൾ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ആ കൾച്ചർ നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. നമുക്കറിയാം ഇത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോഴ് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ പുറത്തോട്ട് പോകുന്നത്? ഇതേപോലെ സാറും പറഞ്ഞു, ചില ആളുകളൊക്കെ പറഞ്ഞു, തൊഴില്, സ്വാതന്ത്ര്യം, മനുഷ്യാന്തസ്സിന്റെ ഒരു മനുഷ്യ അന്തസ് ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലം, പ്രത്യേകിച്ച് ഒരു കേരളത്തിന്റെ ഭാരതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും ഒരു മനുഷ്യ അന്തസ് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? സമത്വം, ജെൻഡർ ജസ്റ്റിസ്, അത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മൾ ഈ പറയുമ്പം വലിയ വെബിനാറുകളിലൊക്കെ വലിയ കാര്യം ഗീർവാണം വിടുക എന്നുള്ളതല്ലാതെ ജെൻഡർ ജസ്റ്റിസ് നമുക്കറിയാം. പള്ളികൾ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും പള്ളിക്കുള്ളിൽ പോലും ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്ന ആളുകൾ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എനിക്ക് തന്നെ വളരെ നിരാശയും വിഷമവും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ ഒരു ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് പ്രവാസികളായിട്ട് പോകുന്ന ആളുകൾ പോകട്ടെ. അവർക്ക് തൊഴിൽ ലഭിക്കുമെന്നെങ്കിൽ, സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുണ്ടെങ്കിൽ, മനുഷ്യാന്തസ്സിന് കുറച്ചും കൂടെ വില കൽപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സമത്വത്തിന്റെ, ജെൻഡർ ജസ്റ്റിസിന്റെ ഒക്കെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നന്മ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസത്തെ നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പണ്ടും പ്രവാസം നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലോട്ട് പ്രവാസികളായിട്ട് നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അവർ ജീവിക്കട്ടെ, അതിന് കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളെ ഒന്നും യു പിക്കാരനും അല്ലെങ്കിൽ എം പിക്കാരനും അവരാരും പേടിക്കുന്നൊന്നുമില്ല. ഗുജറാത്തികളൊക്കെ വളരെ കാര്യമായിട്ടാണ് നമ്മുടെ സ്വീകരിക്കുന്നത്. അതുപോലെ സ്വീകരിക്കത്തക്ക, അതുകൊണ്ട് നമ്മളിപ്പം ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, ക്രൈം ഇല്ലാത്തൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകണം. രണ്ടാമത് കാര്യം പറഞ്ഞത്, ഈ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് അവർക്ക് അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ടാണോ അസഹിഷ്ണുത കൊണ്ടാണോ, അത് നമ്മളെ ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ശീലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അത് കുറച്ചും കൂടെ ഈ ഒരു എക്സ്ക്ലൂസീവായിട്ട് സാറിന് തോന്നുമെങ്കിൽ പോലും ഞങ്ങളുടെ പള്ളികളിലൊക്കെ അടുത്ത കാലത്ത് ഇലക്ഷനൊക്കെ കാണുന്നു. ഇലക്ഷൻ നടന്ന സന്ദർഭത്തിൽ മുതിർന്ന തലമുറ, ഈ പള്ളികൾ വിട്ടെന്തുകൊണ്ട് ചെറുപ്പക്കാർ പോകുന്ന കാര്യമാണ്, സഭ വിട്ടു പോകുന്ന ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ മുതിർന്ന തലമുറയ്ക്ക് സാധിക്കുന്നില്ല. കാര്യം എന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അധികാരം പോകും, ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ പോകും. എന്നിട്ട് പിന്നെ നമ്മൾ എന്തോ പറയും, നമ്മൾ പറയും പിന്നെ സാറിപ്പം പറഞ്ഞ BRP സാറിനെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു. സാറുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു. 88, 95 കാലയളവിലൊക്കെ ഞാൻ സാറുമായിട്ടൊക്കെ ചേർന്ന് വിജിൽ ഇന്ത്യ മൂവ്മെന്റിലൊക്കെ പ്രവർത്തിച്ചിട്ട ഒരാളാണ്. സാറിന്റെ പ്രഭാഷണങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. BRP സാറിന്റെ അവസാന കാലയളവിൽ സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. തിരുവനന്തപുരത്ത് പിന്നെ അദ്ദേഹം വന്ന് വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മദ്രാസിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് വന്നു. ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ശേഷൻ അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഭാര്യയും അവസാന നാളുകൾ ചെലവഴിച്ചത് ഒരു വൃദ്ധഭവനത്തിലാണ് ചെലവഴിച്ചത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട്, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോഴ് ഇവിടെ വാർദ്ധക്യത്തിലായ നമ്മൾ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളുടെ എനിക്ക് തോന്നുന്നു ഒരു വിലാപം ഈ ആളുകൾ പറഞ്ഞ കാര്യങ്ങളിലും ഈ പ്രഭാഷണത്തിലൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം നമ്മുടെ ഇനി ഒരു കാലഘട്ടം ഇനി വരുന്നത് എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആകുല ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. എനിക്ക് നമ്മുടെ ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെല്ലാം, മുമ്പേ ഒരാള് പിന്നെ നമ്മുടെ യാക്കൂബ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് DYFIക്കാർ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ്സുകാരും ചെയ്യുന്നുണ്ട്, BJPക്കാരുടെ യുവജന പക്ഷത്തുണ്ട്, എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രീകാര്യത്തുണ്ടായിരുന്ന സമയത്ത് പിന്നെ 2-3 ദിവസം 1.5 ദിവസങ്ങൾ DYFIക്കാർ ചെയ്യുമ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ 1.5 ദിവസങ്ങൾ ചെയ്യും. അത് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നുണ്ട്. അത് സഭകൾ ചെയ്യുന്നുണ്ട്, മതപ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ളൊരു ആർജവം ഉണ്ട്, ഉത്സാഹമുണ്ട്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മളതിനെക്കുറിച്ച് വിലപിക്കേണ്ട. ഈ വാർദ്ധക്യത്തിലെ ആളുകളുടെ ഒരു ചില നിലവിളി എനിക്ക് പലപ്പോഴും ഈ പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആകുലതയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഈ ചെറുപ്പക്കാരുടെ ഒരു ഭാവിയെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാതെ എൻ്റെ കാര്യം എന്തായി തീരുമെന്ന് പലരും ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രവാസത്തെ പലപ്പോഴും ഭയപ്പെടുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം, സാർ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നൊരു ഭീതിയുടെ സംസ്കാരമാണ് മാധ്യമങ്ങൾ പലപ്പോഴും ഇന്ന് അവര് പ്രക്ഷേപണം ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു മീഡിയ എത്തിക്സ് ഒക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞിട്ട്, പണ്ട് മനോരമക്കാരെ കുറിച്ച് പറയും, അവർ ഏറ്റവും കൂടുതൽ പരസ്യമായിരുന്നു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ന്യൂസ് എന്ന് സാധാരണ പറയുമായിരുന്നു. ആദ്യം
അന്ന് ഈ പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഈ മനോരമക്കാരുടെ ഒരു എത്തിക്സ് ഒക്കെ പോയിട്ട്, മനോരമക്കാരും മിക്കവാറും എല്ലാ പത്രങ്ങളും, അപ്പൊ അവരുടെ ഒരു എത്തിക്സ് മാറിയിട്ട് കൂടുതലും ആദ്യം തിരത്തുന്നത് പരസ്യങ്ങളാണ്. പരസ്യങ്ങൾക്കിടയിൽ ഗ്യാപ്പിലാണ് ന്യൂസ് ഫില്ല് എന്ന് പറയുന്നത് പോലെ, സാറ് മുമ്പേ പറഞ്ഞതുപോലെ ഈ ക്രൈം ന്യൂസിലേക്ക് മാധ്യമങ്ങൾ മാറിയതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രം ശരിക്കും എന്താണെന്ന് ഒന്ന് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. മൂന്നാമത് പറയാനുള്ളൊരു കാര്യം, നാലാമത് എനിക്കൊരു ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇപ്പോഴുള്ള തലമുറ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ നല്ല കാര്യമാണ്. അപ്പം ഈ വൃദ്ധജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്റെ എണ്ണം കൂടി വരുന്ന വേളയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ പലരും അത് സൂചിപ്പിച്ചു, പോളിസി ഡിസിഷനിൽ, പോളിസി മേക്കിങ്ങിൽ സംഗതമായി നമ്മുടെ ഈ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും പലപ്പോഴും പല കാര്യങ്ങളും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ രാജ്യത്തിന്റെയും ഒക്കെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡീസിലും ഒക്കെ സീനിയർ സിറ്റിസനെ സംരക്ഷിക്കുന്ന കരുതുന്ന രീതിയിലുള്ള പോളിസി അത് അത്യാവശ്യമായിട്ടും ഉണ്ടാകേണ്ടതാണ് എന്നൊരു ചിന്ത കൂടി എനിക്കുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. ഫാദർ പറഞ്ഞത് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ്. ഞാൻ മാധ്യമങ്ങളുടെ കാര്യം തന്നെ ആദ്യം പറയാം. മാധ്യമ പ്രവർത്തകനായിരുന്നുകൊണ്ട് നമ്മൾ സമൂഹത്തിന്റെ പ്രതിഫലനങ്ങളാണ് മാധ്യമങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അത് ഇലക്ട്രോണിക് മാധ്യമമായാലും അച്ചടി മാധ്യമമായാലും സംഭവങ്ങളാണ്. അപ്പം ക്രൈം കൂടുന്നു, അതിനനുസരിച്ച് വാർത്തകൾ, പത്രമാണെങ്കിൽ പത്രത്തിൽ, അല്ലെങ്കിൽ ടെലിവിഷനിലാണെങ്കിൽ ടെലിവിഷനിൽ അതിന് കൊടുക്കുന്ന സ്പേസും കൂടുന്നു എന്ന് വളരെ ലളിതമായി ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. കാര്യം വാർത്തകളില്ലെങ്കിൽ, കൊലപാതകങ്ങളില്ലെങ്കിൽ വാർത്ത വരില്ല. അപ്പം പ്രശ്നം വാർത്തയല്ല, പ്രശ്നം സംഭവങ്ങളാണ്, കൊലപാതകങ്ങളാണ്, അല്ലെങ്കിൽ ക്രൈമാണ് അതിലേക്ക് നയിച്ച കാരണങ്ങളാണ്. അതെങ്ങനെ അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇല്ലാത്ത ഒരു ക്രൈം പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർ ആഘോഷിക്കുന്നുണ്ട്. അത് എല്ലാം വ്യവസായവൽകൃതമായിട്ടുള്ള മാധ്യമ രംഗമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതിപ്പം കുറ്റവാളികളുടെ പിന്നാലെ ക്യാമറയുമായി പോകുന്ന ടെലിവിഷൻ ചാനലുകളും ന്യൂസ് പോർട്ടലുകളും ഒക്കെ നമുക്കുണ്ട്. തിരിച്ച് രാഷ്ട്രീയ വാർത്തകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് ന്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംഭവിക്കുന്ന ചിലപ്പോൾ ഒരു രാജ്യമായിരിക്കും. അപ്പൊ അത് ബന്ധപ്പെട്ട ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം മുതൽ എത്രയോ മണിക്കൂറുകൾ ഇത് വാർത്ത നീണ്ടു പോകും. ന്യൂസ് ചാനലുകൾക്കുള്ള ഒരു കണ്ടന്റിന്റെ ഒരു പ്രശ്നമാണ്, കണ്ടന്റിന്റെ ക്ഷാമമൊക്കെ ഉണ്ടാവും തിരിച്ച്. അപ്പോൾ പിന്നുള്ള ഒരു പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു, അത് കേരളത്തിൽ തൊഴിൽ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അല്ലെങ്കിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള തൊഴിലില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങളിൽ ഒന്ന് തിരിച്ച്. പക്ഷെ എന്തുകൊണ്ട് അത് തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും തെറ്റല്ല, അത് പോകേണ്ടതാണ്. കാര്യം നമ്മളൊരു ആഗോള ഗ്രാമമാണ് ശരിയായ അർത്ഥത്തിൽ. നമ്മൾ പണ്ടത് വായിച്ച് മാത്രമേ നമുക്ക് ആഗോള ഗ്രാമത്തെക്കുറിച്ച് പരിചയമുള്ളൂ. ഇപ്പോൾ അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും കാനഡയിലായാലും ബ്രൂണോയിലായാലും താമസിക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള വാർത്താ വിതരണ സംവിധാനങ്ങൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ വ്യാപകമായതോടുകൂടി ഫിസിക്കലി ആൾ അടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നാണ് പത്രത്തിൽ വാർത്ത വന്നു, അടച്ചിരുന്ന വീട്ടിൽ തൊട്ടടുത്തുള്ള ചെറുപ്പക്കാര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് CCTV ക്യാമറയിലൂടെ വിദേശത്തിരുന്ന് കണ്ട് അടുത്ത മരങ്ങാട്ടുപള്ളി തോന്നുന്നിരിക്കും, കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വീട്ടുടമസ്ഥ വിളിച്ചു പറഞ്ഞ് പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് വാർത്ത ഇന്ന് പത്രത്തിൽ വരികയുണ്ടായി. അപ്പൊ ഈ സാങ്കേതിക വിദ്യ വെച്ചിട്ട് നമുക്ക് പ്രായമായ അച്ഛനെയും അമ്മയും ഒക്കെ അവിടെ നിന്ന് നിരീക്ഷിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ചിലപ്പം വന്നു എന്നിരിക്കും. ഇതൊക്കെ അനിവാര്യതയാണ്. അതൊരു ആശങ്ക, നമ്മളെപ്പോലെയുള്ള 60 വയസ്സിന് മേലുള്ള ആൾക്കാരുടെ, പ്രായമുള്ള ആൾക്കാരുടെ ആശങ്കയല്ല, അനിവാര്യതയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. അതിനൊപ്പം തന്നെയുള്ള യാഥാർത്ഥ്യം, പണ്ട് ജോലി തേടി കൽക്കട്ടയിലേക്കോ അല്ലെങ്കിൽ നാഗ്പൂരിലേക്കോ പൂനെയിലേക്കോ ഭോപ്പാലിലോ പോയ പോലെ അല്ല, അവരൊരിക്കലും തിരിച്ചു വരുന്നില്ല. വേറെ ഒരു രാജ്യത്തിലെ
പൗരന്മാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രകടമായ വ്യത്യാസം. താങ്ക് യു സാർ. അടുത്ത ഇനി ഒരാളും കൂടെ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ശ്രീ MJ ബാബു സാറാണ്. MJ ബാബു സാറിന് ഇപ്പോൾ സംസാരിക്കാം. എനിക്ക് സാറിന്റെ പ്രഭാഷണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒത്തിരി കാര്യങ്ങൾ സാർ എലാബറേറ്റ് ആയിട്ട് സ്പർശിച്ചു. മാത്രമല്ല സുനിലച്ചൻ പറഞ്ഞ ഒരു സംശയമായിരുന്നു എനിക്കും ഉന്നയിക്കാനായിട്ടുണ്ടായിരുന്നത്. സാറ് അച്ഛനത് പറഞ്ഞു, സാറിന്റെ ഉത്തരവും കേട്ടു. ഞാൻ ഇത്രയേ ഉള്ളൂ, ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു തുടർച്ചയല്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം പണ്ട് ഗൾഫ് നാടുകളിൽ ആൾക്കാർ പോകുമായിരുന്നു. അന്നും വീട്ടിൽ ഒരുപക്ഷെ ഉള്ളവർ തനിച്ചായിരുന്നു, വിദേശത്ത് പോകുമായിരുന്നു, കേരളത്തിന് വെളിയിൽ പോകുമായിരുന്നു. പക്ഷെ ഒരു ഇടക്കാലത്ത് ഈ മണ്ണിന്റെ മക്കൾ വാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് അവർ കേരളത്തിലേക്ക് വരികയുണ്ടായി. ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫിലുള്ളവർ പോലും ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ജോലി സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടല്ല പോകുന്നത്. ഇവിടെ ജോലി സാധ്യതയുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. പിന്നെ നേരത്തെ ബ്ലസ്സി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒത്തിരി കറപ്റ്റഡ് ആണ് കാര്യങ്ങൾ. അത് ഈ പറഞ്ഞ പോലെ പോളിസി മേക്കിംഗ് കൊണ്ട് കറക്റ്റ് ചെയ്യാമായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ഓവറാണ് ആൾക്കാരുടെ സപ്ലൈ. ആളിവിടെ കൂടുതലാണ്. ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബർ മാർക്കറ്റാണെന്ന് സാറ് അറിയാമല്ലോ. കേരളത്തിൽ പൊതുവെ ഡെൻസിറ്റി കൂടുതലാണ് പോപ്പുലേഷൻ്റെ. അപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന ആൾക്കാർ പിന്നെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അവരവരുടെ മേഖലകൾ, അവരവർക്ക് യുക്തമായ മേഖലകൾ തിരഞ്ഞെടുത്ത് പോകുന്നതിനകത്ത് അപാകതയുണ്ടോ? നമ്മളതിനെ അങ്ങനെ കണ്ടാൽ പോരെ. പിന്നെ മറ്റേ ഈ ഒരു രാജ്യത്ത് എന്നാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ സാറ് മുമ്പേ പറഞ്ഞ ലോകമേ തറവാടെന്നുള്ള ഒരു വിശ്വ ദർശനത്തിൽ നമുക്കതും സാധൂകരിച്ചുകൂടെ എന്നുള്ള ഒരു സംശയം കൂടെ മാത്രം ഒന്ന് ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സാറേ. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യം ശരിയാണ്, ഞാനും അത് തന്നെ പറഞ്ഞു. പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കാര്യം യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ പറഞ്ഞ രണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ്. ആൾക്കാർ പോകേണ്ട അനിവാര്യമാണ്. ആഗോള ഗ്രാമമാണ്. ഇവിടെ ജോലി ഉണ്ട് എങ്കിൽ പോലും അന്തസ്സായി ജീവിക്കാനുള്ള ജോലിയില്ല, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ പുറം രാജ്യങ്ങളിലാണ്, അവർ പോകേണ്ടതാണ്, പോകുന്നുണ്ട്. പക്ഷെ അവശേഷിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്താണ്? കേരളത്തിന്റെ ഡെമോഗ്രഫിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. അതും യാഥാർത്ഥ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു പ്രദീപ് സാർ. ഇനിയും ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ചാറ്റ് ബോക്സിലും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇപ്പോൾ ലാലച്ചൻ സാറിന് എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്ത് ഉണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അതിനുശേഷം പ്രദീപ് കുമാർ സാറിനും കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. തുടർന്ന് നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന VI ജേക്കബ് സാറ് അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രദീപ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനാണ്. അപ്പോൾ ഈ നേരത്തെ ബ്ലസ്സി പറഞ്ഞപ്പോഴ് സുഖവാസത്തിനുള്ള പോക്കല്ല ഇപ്പോഴത്തെ പ്രവാസം എന്നൊരു ഞാൻ പറഞ്ഞതിനെ അതിൻ്റെ അനുബന്ധമായിട്ട് പറഞ്ഞു. ഞാനത് പറയാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ 40കളിൽ തുടങ്ങിയുള്ള നമ്മുടെ പ്രവാസം ഗൾഫ് രാജ്യങ്ങളിലേക്കായാലും മലയായിലായാലും സിംഗപ്പൂരിലായാലും സിലോണിലായാലും, സിലോൺ ഒരു കാലത്ത് നമ്മുടെ ഒരു പ്രവാസത്തിൻ്റെ സ്ഥലമായിരുന്നു. അവിടെ എല്ലാം പ്രവാസികളായിട്ട് പോയത് കുടുംബ അന്തരീക്ഷത്തിലെ സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പോൾ ആളുകൾ നോക്കുമ്പോൾ എല്ലാം മിനുക്കവും തിളക്കവും കാണുമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു സംസ്കാരം നോക്കുമ്പോൾ കണ്ടമാനം പേര് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ തിളക്കം മുഴുവൻ. വലിയ കെട്ടിടങ്ങൾ, കാറുകൾ, നമ്മുടെ സൗകര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങളിൽ വന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ പള്ളികളൊക്കെ ഇത്രയും വലുതായത്, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെയുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫാക്ടറിന് ഇപ്പം മാറ്റം വന്നിട്ട് ഇപ്പം ഗൾഫിൽ പോകുന്ന ആളുകൾ അവിടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ഉപയോഗിക്കുകയും 1, 2 അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം അവർ പുതിയ ഒരു മേച്ചിൽപ്പുറം തേടി തീർച്ചയായിട്ടും ഗൾഫിലെ ഭൗതിക സാഹചര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സുഡാനിലോ സൊമാലിയയിലോ ആളുകൾ പോകുന്നില്ല? അപ്പോൾ അവസരങ്ങളുടെ ലഭ്യതയും ജീവിത സൗകര്യങ്ങളുടെ പ്രദീപ് മുമ്പേ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിലേക്കാണ് ആളുകളുടെ ഒഴുക്ക്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ജീവിത സുഖങ്ങൾ മെച്ചപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം അതിനകത്തുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ
ഈ ഇൻവേർഡ് റെമിറ്റൻസ് നമ്മുടെ ബാങ്കുകളിലൊക്കെ വളരെ പരിതാപകരമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ 1-2 പേര് ഈ അടുത്ത സമയത്ത് എന്നോട് പറയുകയുണ്ടായി, മാർച്ച് 31 വരുമ്പോഴത്തേക്കുള്ള അവരുടെ കണക്കെടുക്കുമ്പോൾ റെമിറ്റൻസിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് പഴയതുപോലെ പണം വരുന്നില്ല. ഈ വിദേശത്തേക്ക് നമ്മുടെ പ്രവാസത്തിൽ പോയ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കുന്നില്ല. എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു ഈ അടുത്ത സമയത്ത് UK പഠിക്കാൻ പോവുകയും ഇവിടെ നല്ല ജോലി ഉണ്ടായിരുന്നതാണ്, IT ഫീൽഡിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചെറുപ്പക്കാരാണ്. UK പഠിക്കാൻ പോയി. 40 ലക്ഷം രൂപ അവിടെ ചെലവായി. 28 ലക്ഷം രൂപ വീണ്ടും ഇവിടുന്ന് അയച്ചു കൊടുത്തു. 68 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് രണ്ടുപേരും തിരിച്ച് ബാംഗ്ലൂരിൽ തിരിച്ചു വന്ന് പഴയ ജോലിയിൽ വീണ്ടും പ്രവേശിച്ചു 2 വർഷത്തിന് ശേഷം. അത്തരം സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. കണക്കൂട്ടലുകൾ തെറ്റിപ്പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല അവിടെ നടന്നത്. മുമ്പേ ഞാൻ പറഞ്ഞതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നു, അതിനൊരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അപ്പം ഞാൻ ചോദിച്ചു, മോൾ എന്ത് പഠിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ MCOM പഠിക്കാൻ പോവുകയാണ്. MCOM പഠിക്കാൻ പോകുന്ന സ്ഥലം പോളണ്ട്. ഞാൻ പറഞ്ഞു, മോളെ MCOM പഠിക്കാനായിട്ട് പോളണ്ടിൽ പോവാ. പോളണ്ടിൽ ഇംഗ്ലീഷ് പോലും പ്രോപ്പറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷിലും പഠിക്കാം. അപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ അവിടെ യൂറോപ്പിൻ്റെ ഭാഗമാണ്, ഈസ്റ്റേൺ യൂറോപ്പിലാണ്. ഞാൻ പറഞ്ഞു, യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പാണ്, വളരെ പാവപ്പെട്ട രാജ്യമാണ് പോളണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് അതിനേക്കാൾ എത്രയോ ഭേദമാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. അപ്പം ഇതൊരു മനസ്സിൽ ഒരു മാറ്റം, പിയർ പ്രഷർ. അപ്പം പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞങ്ങൾ 5 കൂട്ടുകാരാണ്, 4 പേരും പോവുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും പോവുകയാണ്. ഇത്തരം പ്രഷറുകൾ, ഈ പിയർ പ്രഷറുകളൊക്കെ നമ്മുടെ ഈ മൈഗ്രേഷനെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാലും ശുഭാപ്തി വിശ്വാസം നമുക്ക് നല്ലതാണ്. മുമ്പേ പറഞ്ഞ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഈ വയോജന നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. വയോജന കമ്മീഷൻ്റെ ചില രൂപരേഖകളൊക്കെ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്തു. ഒരു വയോജന നയം കേരളത്തിന് വരും. അതിൻ്റെ ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, മുമ്പേ പ്രദീപ് പറഞ്ഞതുപോലെ സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലൊരു പുതിയ നിർദ്ദേശം വെച്ചു. നമ്മുടെ ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും ജെറിയാട്രിക് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, നമുക്ക് ചൈൽഡ് ആൻഡ് വിമൻ ഹോസ്പിറ്റലുണ്ട്, മറ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ വയോജനങ്ങൾക്ക് വയോജന സൗഹൃദമായ ഒരു ഹോസ്പിറ്റൽ ഒരു ജില്ലാ ആസ്ഥാനത്ത് വരണമെങ്കിലും രൂപീകരിക്കുന്നതിന് ഒരു നയം ഗവൺമെൻറ് സ്വീകരിക്കണം. അവിടെ വയോജനങ്ങൾ ക്യൂ നിൽക്കാതെ അവർക്ക് സൗകര്യങ്ങൾ ലഭിക്കണം, അവർക്ക് പരിഗണന ലഭിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നയം പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അതൊക്കെ ഉൾപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഒരു പ്രത്യാഘാതം ഈ പ്രവാസത്തിനുണ്ട്. അത് നിലവിൽ നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി സുനിലച്ഛനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. എന്നാലും യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്ക് യു സാർ. ഇനിയിപ്പോൾ പ്രദീപ് കുമാർ സാറിന് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. ലാലച്ചൻ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് 2-3 വാക്യങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മളെ പോലെയുള്ള മത സംഘടനകൾ, സാമൂഹിക സംഘടനകൾ മുതൽ സർക്കാരിന്റെ സംവിധാനങ്ങൾ വരെ പ്രായമായവരുടെ വയോജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നയങ്ങൾ രൂപവൽക്കരിക്കുകയും അവരുമായൊരു കമ്മ്യൂണിക്കേഷൻ, കുറഞ്ഞ വർഷം താഴെ തലത്തിലുള്ള ഒരു തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾ, തൊട്ടടുത്തുള്ള വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ അവരുമായി സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷമെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കാര്യം മെച്ചപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ലോകത്തെ എല്ലാ ഭാഗത്തും, യൂറോപ്യൻ രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ കുട്ടികൾ ഏതാനും വർഷങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, ഏതാനും വർഷങ്ങൾക്കകം ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വൈദ്യശാസ്ത്ര മേഖലകളിൽ മുതൽ ഭരണരംഗത്ത് വരെ മലയാളികളായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ പ്രാതിനിധ്യവും വിസിബിലിറ്റിയും ഉണ്ടാകും. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു.
താങ്ക് യു സാർ. ഇപ്പോൾ ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള നന്ദി അഡ്മിൻ കൂടിയായിരിക്കുന്ന ശ്രീ VI ജേക്കബ് സാറ് ഇപ്പോൾ പറയുന്നതായിരിക്കും. കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 244 ലൈവ് വെബിനാറാണല്ലോ ഇന്ന് നടന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 244 ആഴ്ചകളായി മുടക്കം കൂടാതെ ഇപ്രകാരം ലൈവ് വെബിനാറുകൾ നടത്തുവാനും വൈവിധ്യമാർന്ന സാമൂഹിക സാംസ്കാരിക സഭാ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീർന്നു. ആ ഒരു അവസരത്തിലും തക്കതായ പ്രഭാഷകന്മാരെയും നമുക്ക് ലഭിച്ചു. അതിനൊക്കെ ഇടയാക്കിയ ദൈവത്തിന് ആദ്യമായിട്ട് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ആരംഭിക്കുകയാണ്. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയത് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനും കോളമിസ്റ്റുമെല്ലാമായ ശ്രീ പ്രദീപ് കുമാർ സാറാണല്ലോ. കേരളത്തിൽ നിന്നുള്ള പ്രവാസം, സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ചത്. ഈ കാലഘട്ടത്തിലെ കേരള സമൂഹത്തെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് സാർ അവതരിപ്പിച്ചത്. ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്ര രൂക്ഷമാണെന്ന് വിശദമായിട്ട് ശ്രീ പ്രദീപ് കുമാർ സാറ് ഇവിടെ അവതരിപ്പിച്ചു. മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ പ്രദീപ് കുമാർ സാറിനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് നമുക്ക് മോഡറേറ്റ് ചെയ്ത് സഹായിച്ചത് അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറാണ്. ഇതിനു മുമ്പ് 2 വെബിനാറുകൾക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 241 വെബിനാർ വില്ലനാകുമ്പോൾ എന്ന വിഷയത്തിൽ വിൽപത്രം എഴുതുന്നതിനെ കുറിച്ച് സാറ് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഈ അവസരത്തിൽ ഞാൻ ഇത് മോഡറേറ്ററായിരുന്ന് ഞങ്ങളെ സഹായിച്ച ലാലച്ചൻ സാറിനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. താങ്ക് യു. ഇന്ന് വെബിനാറിന് ആമുഖമായിട്ട് നടത്തുകയും അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തത് ബെന്നി തോമസ് പെരുമളമാണ്. ബെന്നി നമ്മുടെ ഒരു അഡ്മിൻ കൂടിയാണ്, ഈ ഫോറത്തിന്റെ അഡ്മിനാണ്. അതുപോലെ തന്നെ ഈ ഫോറത്തിന്റെ സാങ്കേതിക കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഫോറവുമായിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ബെന്നിയോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ വെബിനാറുകളിലെ എല്ലാം പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുകയും പ്രധാന അഡ്മിനായിരിക്കുകയും ചെയ്യുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂരാണ്. ഇപ്പോൾ അദ്ദേഹം യാത്രയിലായതുകൊണ്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നില്ല. വിൽസനോടുള്ള നന്ദി, അതോടൊപ്പം എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് നെറൂൾ ഇടവകയിൽ നിന്നുള്ള ജോസ് മാത്യു ആണ്. ജോസ് മാത്യുവിനോടുള്ള സ്നേഹം, നന്ദി ഞാനിവിടെ അറിയിക്കട്ടെ. ഇന്ന് പ്രാരംഭ ഗീതം ആലപിച്ചത് സാൻഡ്ര ആൻഡ് സജ്ജിയാണ്. മിസ്സസ് സാൻഡ്രയോടുള്ള കൃതജ്ഞത ഞാനിവിടെ അറിയിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് തോമസ് വി ജോൺ സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കുന്നു. സമാപന പ്രാർത്ഥന നടത്തുന്നതിനുള്ള നന്ദി ഞാനിവിടെ മുൻകൂറായി രേഖപ്പെടുത്തട്ടെ. തുടർ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർ ചർച്ചകളിലൂടെ നമ്മുടെ ഈ വിഷയം കൂടുതൽ സജീവമാക്കിയ എല്ലാവരോടും ഉള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരോടും, ഇതിൽ സഹകരിച്ച എല്ലാവരോടും, എല്ലാ അച്ഛന്മാരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ വെബിനാറിൽ ഭാഗഭാക്കായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാനിതിൽ നിന്ന് വിരമിക്കട്ടെ. താങ്ക് യു VI ജേക്കബ് സാർ. ഇപ്പോൾ രാജു അഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത്. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേയും, ഞങ്ങളുടെ നാടിനെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച്, പ്രവാസികളെക്കുറിച്ച്, പ്രവാസിലേക്ക് പോകുന്ന മനുഷ്യരെക്കുറിച്ച് ഒക്കെയും
നല്ലൊരു ക്ലാസ് കേൾക്കുവാൻ തക്കൊണ്ട് അവിടെ ഞങ്ങളോട് കരുണ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളുടെ പ്രതികരണങ്ങളും വ്യക്തമാക്കുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതങ്ങളും നിനക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ എങ്ങനെയാണ് പുനർക്രമീകരിക്കേണ്ടതെന്നും ഞങ്ങളുടെ ഇടയിലുള്ള വൃദ്ധജനങ്ങളോടും മുതിർന്നവരോടും ഉള്ള സഹോദരി ബന്ധങ്ങളെ പ്രകാരം മെച്ചപ്പെടുത്താമെന്നും അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ ചെയ്യുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് സാമൂഹിക സേവനങ്ങളാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ക്ലാസ്സിന് നേതൃത്വം നൽകിയ പ്രദീപ് സാറിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിന്റെ കൃപ കൂടിയിരുന്നല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുക, ആശീർവദിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ത്രിയേക അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരുടെ കൂടെയും ഇന്ന് വരെ നയിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.